ഹായ് ഗായ്സ്, വെൽക്കം ടു വൈസ് നോട്ട്. നമ്മളെ കൂടെ ഉള്ളത് മെഹറൂഫ് മണലോടിയാണ്, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് GTech എഡ്യൂക്കേഷൻ. ഇന്ന് കോഴിക്കോട് നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് 23 രാജ്യങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ. അപ്പോൾ എന്താണ് മെഹറൂഫ് മണലോടിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്നിട്ട് ഈജിപ്തിൽ എങ്ങനെയുണ്ടായിരുന്നു? ഈജിപ്തൊക്കെ നല്ല അടിപൊളിയാന്നേ, സൂപ്പർ അല്ലേ? ഈജിപ്തൊക്കെ ഒരുപാട് വലിയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈജിപ്ത്. ഞാൻ ഫസ്റ്റ് ടൈം പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇങ്ങനെ GTechന്റെ കാര്യങ്ങളുമായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ അവിടുന്ന് ആൾ ചോദിച്ചു ഇങ്ങനെ, നിങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും ഇവിടെ കാണണ്ടേന്ന്. പൊതുവെ ഇപ്പോൾ അവിടെ നമുക്ക് നൈൽ നദിയുണ്ട്, പിരമിഡ് ഉണ്ട്, ഇതൊക്കെ അവിടുത്തെ ഒരു സംസ്കാരമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം എനിക്ക് എൻ്റെ ഹോട്ടലിൽ, ഞാൻ താമസിക്കുന്ന ഹോട്ടൽ നൈൽ നദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 40ാമത്തെ ഫ്ലോറിൽ കയറിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ നമ്മളെ മണലോടി നമ്മളെ ഫാമിലി ഗ്രൂപ്പിലിട്ട് ഒരു അരമണിക്കൂറിനുള്ളിലുണ്ട് എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മോനെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, നിങ്ങളിവിടെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. കാരണം നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഈ ഹോട്ടലിനോട് ചേർന്നിട്ടുള്ള അതിൻ്റെ കോമ്പൗണ്ട് വാൾ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓൻ ആ യൂണിവേഴ്സിറ്റിയിൽ അവിടെ മെഡിക്കൽ കോഴ്സ് പഠിക്കുക. അങ്ങനെ സംഭവം ഉണ്ടായി. കാണാനും പറ്റിയാണ്. അതെ, കാണാൻ പറ്റി. അത് ആദ്യത്തെ പോക്കിനായിരുന്നു. പിന്നെ രണ്ടാമത് പോയപ്പോൾ ആദ്യത്തെ പോക്കിന് ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞ് നിങ്ങൾ എന്തായാലും പിരമിഡ് എന്തായാലും കാണണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് നമ്മളെ ലോക്കൽ അവിടുത്തെ പാർട്ട്ണറല്ലേ, അവരടുത്ത് സംസാരിച്ച സമയത്ത് നേരെ പിരമിഡിൻ്റെ നേരെ മുമ്പിൽ തന്നെയുള്ളൊരു ഹോട്ടല് എനിക്ക് കിട്ടി. തുറന്നാൽ നേരെ പിരമിഡ്, അതായത് നമ്മൾ ബെഡിൽ കിടന്നാലും നേരെ പിരമിഡ് കാണുന്ന രീതിയിലേക്ക്. അങ്ങനെ 2 ദിവസം അത് താമസിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. പിന്നെ രണ്ടാമത് പോയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഫുൾ ബിസിനസിന്റെ ആ ഒരു മോഡിലാണല്ലോ ഉള്ളത്. ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഉള്ളിലൊക്കെ കയറി, അവിടെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിൽ ഇങ്ങനെ പിരമിഡിന്റെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ച് രണ്ടാമത് പോയപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തൊക്കെ പിന്നെ കുറേ നിന്ന് അവിടെ നിന്ന് ഞാനൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആ കല്ലിന്റെ മേലൊക്കെ കയറിയിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ നമ്മള് കാര്യത്തിലേക്ക് വരട്ടെ. എപ്പോഴാണ് നിങ്ങൾക്ക് GTech എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയ അല്ലേ, ഇങ്ങനെ സാധനം തുടങ്ങാം, അങ്ങനെ ഐഡിയ എപ്പോഴാണ് നിങ്ങൾക്ക് സ്പാർക്ക് ചെയ്ത് ഫസ്റ്റായിട്ട്? GTech എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഇങ്ങനെ GTech തുടങ്ങാനൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്കറിയാലോ, നമ്മളെ മലബാറിലുള്ള ആൾക്കാർ പൊതുവേ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നേരെ ഗൾഫ് പോകാന്നുള്ള ഉദ്ദേശമാണല്ലോ ഉള്ളത്. അപ്പോൾ അന്ന് ഇപ്പോൾ സാഹിമിന് പ്രത്യേകം അറിയുന്നതാണ്, എൻ്റെ ബ്രദർ മക്ബൂൽ ഖാ അന്നേ സൗദിയിലാണുള്ളത്, സൗദി അറേബ്യയിലുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൗദിയിൽ വന്നാലും നല്ല ജോലിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോയത്. അല്ലാതെ അങ്ങനെ ഒരു GTech തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരിക്കലും ഇല്ല, ചാൻസ് അല്ലേ, അങ്ങനെ ഒരു സ്വപ്നം പോലും കണ്ടില്ല ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങണം എന്നുള്ളതും. അതൊക്കെ അങ്ങനെ ഒരു സാഹചര്യമായിട്ട് മാറി വന്നതാണ്. ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ഗൾഫ് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗൾഫിൽ പോകാൻ വേണ്ടി കമ്പ്യൂട്ടറൊക്കെ പഠിച്ചപ്പോഴാണ് മക്ബൂൽ ഖാ പറയുന്നത് ഒറാക്കിളിന് ഭയങ്കര ഡിമാൻഡാണ്, അപ്പോൾ അതും കൂടി പഠിച്ചിട്ട് വന്നോന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ശരിക്കും അതാണ് ഒരു ടേണിങ് പോയിന്റ്. ഈ ഒറാക്കിൾ പഠിക്കാൻ പോയതാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് കഴിഞ്ഞിട്ട് അവിടുന്നാണ് ഈ ഐഡിയ വരുന്നത്. അങ്ങനെ ഒറാക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലായിരുന്നു ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചത്. അവിടെ ഫീസ് ചോദിച്ച്, പിന്നെ അതേ സമയത്ത് തന്നെ കോഴിക്കോടും ഫീസ് ചോദിച്ച്. അപ്പോൾ ഈ ഫീസിൽ ഭയങ്കര വ്യത്യാസം, 3 ഇരട്ടിയാണ്. കോഴിക്കോട് 3 ഇരട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ല, വളരെ വിരലിൽ എണ്ണാവുന്ന 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളേ ഉള്ളൂ. അപ്പോൾ അവർക്കിപ്പോൾ സ്വാഭാവികമാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റീറ്റർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഫീസ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല അന്നത്തെ ഇപ്പോൾ ഞാൻ ഐ എം ടോക്കിംഗ് അബൌട്ട് 31 years ago, ആ ഒരു 31 വർഷമായി. ഈ 31 വർഷം മുന്നേ എന്നൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര സംഭവമാണ്. നമ്മളിത് പറയുമ്പോൾ തന്നെ അത് കമ്പ്യൂട്ടർ പഠിക്കാൻ അതുമല്ല, അന്നൊക്കെ വെച്ചാൽ ഈ ഒരു സമൂഹത്തിൽ അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരൊക്കെ ഇതിനൊക്കെ മെനക്കെടുള്ളൂ.
കാരണം എല്ലാവരും ഒരു ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് പഠിക്കാൻ പോവാന്ന് വെച്ചാലും എക്സ്പെൻസീവ് ആണ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണ ഉള്ള സമയമല്ലേ. ജോലി കിട്ടുമോ അല്ലേ, വെറുതെ സമയം കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ആ ഒരു സംശയത്തിൽ ആൾക്കാർ നോക്കുന്ന ഒരു സമയമായിരുന്നത്. പിന്നെ അന്നത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റും ആ രീതിയിലേക്കൊന്നും സത്യം പറയണമെങ്കിൽ അങ്ങനെ ഒരു അതിനുള്ളൊരു എൻകറേജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? കാരണം അന്നത്തെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ജോലി പോവും, ഇങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള ധാരണകളാണുള്ളത്. കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ജോലികൾ അന്ന് ഇവിടെ ഇല്ലല്ലോ അല്ലേ? അധികമില്ല, വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഈ 94 എന്ന് വെച്ചെങ്കിൽ ഇതൊരു റയർ പീസാ ഈ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വളരെ റെയർ പീസാണ് അത്. അന്ന് 286 മെഷീൻസ് 386 മെഷീൻസൊക്കെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമ്പ്യൂട്ടർ, ഫ്ലോപ്പി ഡ്രൈവ്, ഇതൊന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഫ്ലോപ്പി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്കത് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യണം തന്നെ ഉണ്ടെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് വേണം. അതൊരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പണ്ട് ആൾക്കാരൊരു മെയിൻ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആയിരുന്നല്ലോ. ഇപ്പോൾ ആരാ റേഡിയോ കേൾക്കുന്ന ഒന്നുമില്ലല്ലോ, കാലം മാറിയില്ലേ. അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ മലപ്പുറം ജില്ല എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഞാൻ പറഞ്ഞ വലിയൊരു സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത് മഞ്ചേരിയിലാണ്. ഫസ്റ്റ് ബിഗ് സെൻറ്റർ. ബിഗ് സെൻറ്റർ. അപ്പോൾ അന്ന് നമ്മളതൊക്കെ ഒരു ഭയങ്കര ഒരു ചരിത്രമാണ്. ചരിത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ പരസ്യമൊക്കെ ഭയങ്കര ഒരു കോമഡിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കളർ മോണിറ്ററുള്ള കമ്പ്യൂട്ടർ സെൻറ്റർ, അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പരസ്യം. ഇപ്പോൾ ഒക്കെ അത് കാണുമ്പോൾ ആൾക്കാർ ചിരിക്കൂലേ? അതെ, പക്ഷെ അന്ന് അതന്നെ വലിയ സംഭവമാണല്ലോ കളർ മോണിറ്റർ. കാരണം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. ആ ഡോസ്, അതൊക്കെയാണ് കമ്പ്യൂട്ടർ ശരിക്കും പണ്ടത്തെ. ഡോസ്, വേർഡ് സ്റ്റാർ, ലോട്ടസ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, കളറുള്ള ഒന്നൊരു സാധനവും ഇല്ല. പിന്നെയാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. വിൻഡോസ് വരുമ്പോഴാണ് ഒരു കളർ വരുന്നത്. ഈ കളർ വന്ന് അതിലൊരു പെയിന്റ് ബ്രഷ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. കാലഘട്ടമാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊരു തമാശയായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ തോന്നുക. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സിന്റെ ഒക്കെ കാലഘട്ടം, ടെക്നോളജി ഭയങ്കരമായിട്ട് മുന്നോട്ടേക്ക് അഡ്വാൻസ് ആയി. അന്ന് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പോകുന്നത്? ഒരു ചെറിയ ക്ലൂ എങ്കിലും ഉണ്ടായിരുന്നു? അത് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്ന്? അതായത് ഇപ്പോൾ ഞാൻ വെറുതെ ഒരു കളവൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ടെക്നോളജി ഇന്നല്ലെങ്കിൽ നാളെ ഈ നമ്മളെ ലോകം ഭരിക്കും എന്നുള്ള ഒരു ഫീല് മനസ്സിലുണ്ടായിരുന്നു. ഇത്രത്തോളം അഡ്വാൻസ് ആവുന്നൊന്നും ഒരിക്കലും ചിന്തിച്ചില്ല. ഇന്നിപ്പോൾ ടെക്നോളജി ഇല്ലാതെ ഒന്നുമില്ല. ഹോണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു മൊബൈൽ നമ്മളെ കയ്യിലില്ലെങ്കിൽ തന്നെ നമ്മൾ എത്രത്തോളം ടെൻഷനാണ്. ഇന്നൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മൊബൈൽ ഇല്ലാത്തതും അതിൽ ഡാറ്റ ഇല്ലാത്തതുമാണ്. അപ്പോൾ ഒരാൾ ഉറങ്ങി എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എത്ര സമയമാണ് നമ്മൾ ശരിക്കും ഫോണിൽ സ്പെൻഡ് ചെയ്യണത്. ഇന്നിപ്പോൾ നമ്മളെല്ലാ ബിസിനസ്സും ഫോണിലാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളും ഇപ്പം എനിക്കൊക്കെ ഒരു 3000 ഗ്രൂപ്പറ്റുണ്ട്. ഓരോ ജില്ലക്ക് ഓരോ ഗ്രൂപ്പ്, ഓരോ സ്റ്റേറ്റിന് ഓരോ ഗ്രൂപ്പ്, ഓരോ കൺട്രിക്ക് ഓരോ ഗ്രൂപ്പ്. ഒരുവിധം എല്ലാ ഓപ്പറേഷൻസും ഇന്നിപ്പോൾ നമ്മളെ മൊബൈലിലൂടെയാണ് നടക്കുന്നത്, നോട്ട് ഈവൻ കമ്പ്യൂട്ടർ. മൊബൈൽ ശരിക്കും കമ്പ്യൂട്ടർ ആണ്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റൈലിലേക്ക് മാറി. കാരണം എല്ലാ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിലറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ കാലഘട്ടം ഒരുപാട് മാറി 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 ഇങ്ങനെ വരും. ഇനിയും മാറ്റങ്ങൾ വരും. ഇനി മുന്നോട്ടേക്ക് അടുത്ത 10 കൊല്ലോ 15 കൊല്ലോ 20 കൊല്ലോ കഴിയുമ്പം എന്തൊക്കെ പുതിയ ടെക്നോളജികൾ നിലവിൽ വരും എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റൂല. തോന്നിയിരുന്ന വിഷനില്ലേ ഇതിങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും തീർച്ചയായിട്ടും ടെക്നോളജി വിൽ റൂൾ ദ വേൾഡ് എന്നുള്ളത് അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഗൾഫിൽ പോണ പരിപാടിയൊക്കെ നിർത്തിയത്. അത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓൺലി ആ ഒരു തരത്തിലുള്ള സ്റ്റൈലിലുള്ള കുട്ടികളൊക്കെയാണ് നമ്മളുടെ അടുത്ത് പഠിക്കാൻ വരിക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് അതും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ബേസിക്കലി നമ്മളൊരു ഏരിയ എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റാണ്. ഇതൊരു പുതിയ സ്കില്ല് എടുക്കുകയാണല്ലോ. ഈ ഒരു സ്കില്ല് അവർ പഠിച്ചെടുക്കുന്ന സമയത്ത് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കൂടുക ചെയ്യുക. ഈ ജോബ് ഓപ്പണിങ്സ് വരുന്ന സമയത്ത്, അങ്ങനെ ജോബ് കിട്ടുന്ന സമയത്താണ് യഥാർത്ഥത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്.
ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ വലിയ പ്രാർത്ഥനകൾ നമുക്കുണ്ട്. അവരൊക്കെ തന്നെ അവരും അവരുടെ കുടുംബങ്ങളൊക്കെ പ്രാർത്ഥനകൾ. ഇപ്പോൾ ഒരാൾക്ക് നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച് നമുക്ക് അവർക്ക് ജോലി കിട്ടുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ നമ്മളെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് വരികയാണ്. പിന്നെ അവരുടെ ഫാമിലിയൊക്കെ തന്നെ നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ഭയങ്കര ഒരു ഗിഫ്റ്റാണ്. 25 ലക്ഷം കുട്ടികൾ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടില്ലേ? 30 ലക്ഷം കഴിഞ്ഞ് സായിമ, നീ കുറയ്ക്കല്ലേ? ഞാൻ ഒരു വർഷം മുന്നത്തിൽ കണ്ടപ്പോ 23 എത്തിയിട്ടുള്ളൂ. 30 അതെ, 19 രാജ്യങ്ങളിൽ തന്നെയല്ലേ? 23 രാജ്യങ്ങൾ 23 അപ്പൊ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ്. നീ കണ്ടത് പഴയ ഏതെങ്കിലും ഇന്റർവ്യൂ ആയിരിക്കും. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു 20 ഡേയ്സിൽ തന്നെ നമ്മളെ ജിടെക്കിൽ ചേർന്ന കുട്ടികളുടെ എണ്ണം ഇറ്റ്സ് അബൌട്ട് 30,000. 30,000 കഴിഞ്ഞ ജസ്റ്റ് ഒരു 40 ഡേയ്സിൽ നമ്മൾ 30,000. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാ ദിവസങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ജിടെക്കിൽ കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഇത്രയും രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലാ ദിവസവും 1-2 അഡ്മിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതന്നെ കൂട്ടിയാൽ മതി. 23 രാജ്യത്തായില്ലേ? 23 ശരി. കോഴിക്കോട് നിന്ന് തുടങ്ങിയിട്ട് 23 രാജ്യത്തായി. അതെ, ശരിക്കും നമ്മളെ കേരളത്തിൻ്റെ അല്ലേ ഒരു പ്രൗഡായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ട് തന്നെ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ജിടെക് എന്ന് പറയുന്ന സമയത്ത് ഇന്ന് കേരളത്തിലൊരു ഹൗസ് ഹോൾഡ് ബ്രാൻഡാണ്. ഈ 30 ലക്ഷം കുട്ടികളിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 26 ലക്ഷം കുട്ടികളും കേരളത്തിൽ നിന്നായിരിക്കും. അപ്പം നമ്മളിപ്പോൾ കുറച്ചായിട്ടുള്ള ഒരു 5-6 കൊല്ലമായിട്ടുള്ളൂ ഉള്ളൂ കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ എക്സ്പാൻഷൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്. അപ്പം നമ്മളൊരു ബൾക്ക് ഓഫ് അവർ സ്റ്റുഡൻസ് ആർ ഫ്രം കേരള. അപ്പോൾ കേരളത്തിൽ ഒരുവിധം എല്ലാ വീടുകളിലും നമ്മളെ ജിടെക്കിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ പൊതുവേ ഉണ്ടാവാറുണ്ട്. അത് വലിയൊരു സന്തോഷമല്ലേ? നിങ്ങൾ ജിടെക് ഇതുവരെ പോയില്ലേ, ഇപ്പം ഇതുവരെ എത്തി നിൽക്കുന്നതിൽ ഏറ്റവും ടഫസ്റ്റ് മൊമെൻ്റ് ഏതായിരുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതാ പറയാനുള്ളത്? ടഫസ്റ്റ് മൊമെൻ്റ് ഒന്നും നമുക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല. പിന്നെ നമുക്ക് കോവിഡ് ഒരു ശരിക്കും പറയണ്ടെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് വേണേൽ നമുക്ക് പറയാം. കാരണം കോവിഡ് വന്ന സമയത്താണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ അത് ആൾക്കാർക്ക് ഒരു വലിയ പ്രയാസമായിരുന്നു, ഈ ഓൺലൈനിൽ എങ്ങനെ പഠിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളൊക്കെ സംബന്ധിച്ചോളം ആ ഒരു കോവിഡ് ടൈമിൽ somehow we were able to manage it and many students came forward for online courses. അതൊരു വലിയ അതൊരു ഞാൻ പറഞ്ഞ ഒരു ചാലഞ്ചിങ് ടൈമാണല്ലോ. കാരണം നമ്മളിതൊക്കെ എല്ലാം ഫിസിക്കൽ സെൻറ്ററുകളല്ലേ. ഈ വലിയ വലിയ സെൻറ്ററുകൾ, ഓരോ സെൻറ്ററിലും 50-100 ഒക്കെ കമ്പ്യൂട്ടറുകൾ, അത്രയും സ്റ്റാഫ്, ഇവരൊക്കെ വീട്ടിലിരിക്കുകയല്ലേ. ഈ സ്ഥാപനം പൂട്ടിയിട്ടിട്ട് വീട്ടിലിരുന്നിട്ട് ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചിങ് ടൈമാണ്. അതെ. അപ്പം അത് ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് 2 വർഷത്തോളം ഫ്രീസ് ആയിട്ടുള്ള 2 വർഷത്തോളം നമുക്ക്, അതായത് ഇപ്പോൾ ഈവൻ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും തുടങ്ങിയിട്ടും നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങരുത് എന്നായിരുന്നു ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1.5 to 2 വർഷത്തോളം നമ്മളെല്ലാ സെൻറ്ററുകളും അടഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും നമ്മൾ പിടിച്ചു നിന്നു. അപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയ വലിയ ഭീമന്മാരൊക്കെ കുറേ വീണ് പോയിട്ടുണ്ട്. നമുക്ക് തന്നെ ഞാൻ പറഞ്ഞ ഇന്ത്യയിലും ലോകത്തിലൊക്കെ വളരെ ഭയങ്കര ഹൈ ലെവലിലൊക്കെ, അതായത് ശരിക്കും മാറി മറിഞ്ഞൊരു സംഭവമായിരുന്നു. അത് തന്നെ കറക്റ്റ്. പുതിയ ആൾക്കാർ വന്നു. ഒരു ഭയങ്കര ടൈമല്ലേ കോവിഡ് ടൈം എന്ന് പറയുന്നത്. അത് നമുക്ക് ഹൊറിബിൾ ടൈമാണ്. ലോകത്തിലുള്ള എല്ലാ എയർപോർട്ടുകളും ബന്ധായി, അത്രയും ഫ്ലൈറ്റുകൾ പോവാതായി. മറ്റേതിപ്പോ ഒരു ദിവസം എത്ര ഫ്ലൈറ്റുകൾ ഫ്ലൈ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇങ്ങോട്ട് കൂട്ടിലാക്കപ്പെട്ട. അത് തന്നെ. അപ്പം അതൊരു ഭയങ്കര ഒരു ചാലഞ്ചിങ് ടൈമായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതിനുള്ള പല മെഷേഴ്സ് കൊടുത്തു. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ബാച്ചുകളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ വീട്ടിലിരിക്കുന്ന നമ്മളെല്ലാ സ്റ്റാഫുകളെയും നമ്മൾ ഉപയോഗപ്പെടുത്തി. നമ്മൾ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരും കൂടി വർക്ക് ചെയ്ത് നമുക്ക് വലിയ വലിയ ബാച്ചുകൾ ആ സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കാരണം എന്താ പറയുക, ഇത്രയും സ്റ്റാഫിനെ നമുക്ക് മാനേജ് ചെയ്യണമല്ലോ. അവർ നമ്മളെ വിശ്വസിച്ച് നമ്മളിലേക്ക് വന്നതല്ലേ. സംഹൗ വി ഹാവ് ടു ഫീഡ് ദം ഓൾസോ. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് സംഹൗ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാൻ ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾ ടെക്നോളജി പിടിച്ചിട്ടല്ലേ നിൽക്കുന്നത്. അതാണ്. അപ്പോൾ സുഖമായിട്ട് അതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റി. പക്ഷെ എന്താ നമ്മൾ മാത്രം എൻ്റർ ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ പറഞ്ഞ സ്റ്റുഡൻസും അത് അക്സെപ്റ്റ് ചെയ്യേണ്ട, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലേക്ക് അവരും കൂടി അതിന് വില്ലിങ് ആവണമല്ലോ. അങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഭവമല്ലായിരുന്നു ആ സമയത്ത്. കാരണം പുതിയൊരു കാര്യം വരികയല്ലേ ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എന്തായി,
ഇപ്പോൾ പണ്ടൊക്കെ ഈ ഫോണൊന്നും പൈസ അടയ്ക്കാൻ എല്ലാവർക്കും വലിയ പ്രയാസമായിരുന്നു. പൈസ പോയി പോകുമെന്നൊക്കെ ഉള്ളത്. കോവിഡ് വന്നപ്പോൾ അല്ലേ ഗൂഗിൾ പേ ഒക്കെ വന്നത്. ചരിത്രം മാറുകയല്ലേ. അതിന് മുന്നേ ആരെങ്കിലും അധികം ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ടായിരുന്നല്ലോ? വളരെ കുറഞ്ഞ ആൾക്കാരെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ തൊടാൻ പറ്റൂല, അടുത്ത് വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് QR കോഡുകൾ വന്നു, Paytm വന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനികൾ വന്നതുകൊണ്ട് എന്തായി, അതൊരു വേറെ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്നുള്ള മോഡിലേക്ക് പോയി. ഇന്നിപ്പോൾ എല്ലാവരും പ്രിഫർ ഇപ്പോൾ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു എത്രയോ കാലമായി പോക്കറ്റിൽ കാശ് വെച്ചിട്ട്, സീരിയസ്ലി. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ സ്ഥലത്തും ഏത് നമ്മൾ ചെറിയ പെട്ടിക്കടയിൽ പോയാൽ വരെ അവിടെ ഒരു QR കോഡും അവരുടെ ഓൺലൈൻ ബാങ്കിങ്ങും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റങ്ങളാണ്, ടെക്നോളജിൻ്റെ അഡ്വാൻസ്മെൻ്റ് ആണ് ഇതൊക്കെ. പിന്നെ എന്താ പറയുക, എപ്പോഴെങ്കിലും ആയിട്ട് അങ്ങനത്തെ ഒരു മൊമെന്റ് വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞത്? ഇത് ഇല്ല, നമുക്ക് അങ്ങനത്തെ മൊമെന്റ് ഇത് ഇനി ജിടെക് ആയിട്ട് മുന്നോട്ട് അങ്ങനെ ഡിഫിക്കൽട്ട് അങ്ങനെ വന്നിട്ടില്ല ഒരിക്കലും. കാരണം എന്താ, നമ്മൾ ഫുൾ എക്സ്പാൻഷൻ മോഡിലല്ലേ. നമ്മൾ ഫുൾ എക്സ്പാൻഷൻ മോഡിൽ നമുക്ക് ഒരുവിധം എല്ലാ ദിവസവും പുതിയ സെൻറ്ററുകൾ, പുതിയ സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം 5:30 മണിക്ക്, ഇന്ന് ടുഡേ 5:30 മണിക്ക് തമിഴ്നാട്ടിലുള്ള കൊളച്ചൽ എന്ന സ്ഥലത്ത് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അതും കൂടി തീർത്തിട്ടാണ് വരുന്നത്. ശരിക്കും എന്താണ്, അങ്ങനെ ഒരു വലിയൊരു എയിം വെച്ചിട്ട് തന്നെയാണോ നമ്മൾ ഡെഫിനറ്റ്ലി അവർ ടാർഗറ്റ് ഈസ് ടു ഹാവ് 1000 സെന്റേഴ്സ്. ഈ വർഷം ഡിസംബറിലേക്ക് മിക്കവാറും നമ്മളൊരു 1000 ഒക്കെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ബൈ നെക്സ്റ്റ് ഇയർ 2026 ആകുമ്പോഴത്തേക്ക് നമുക്ക് 1000 സെന്ററുകൾ എന്തായാലും ഉണ്ടാവും. ആൻഡ് ഓപ്പറേഷൻസ് ഓൾസോ വി ആർ പ്ലാനിങ് ഫോർ 30 കൺട്രീസ് ഈ വർഷം, പുതിയ രാജ്യങ്ങൾ. എന്താണ് ജിടെക്കിന്റെ സത്ത ഫിലോസഫി എന്ന് പറയില്ലേ? എന്താണ് നിങ്ങൾ എയിം ചെയ്യുന്നത്? സെന്റേഴ്സ് ഓപ്പൺ ആക്കി ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേൾഡ് വൈഡ്. നമ്മളുടെ മോട്ടോ അതാണ്. എവിടെ നമ്മൾ ജിടെക് ഉണ്ടെങ്കിലും അവിടെ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മളെ മോട്ടോ. കാരണം എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് ഫുഡ്, ഭക്ഷണം പോലെയാണ്. എല്ലാവർക്കും ആവശ്യമില്ല. ഇപ്പം ഇന്നൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു 3-4 വയസ്സാകുമ്പോഴത്തേക്ക് ഏത് സ്കൂളിൽ ചേർത്തണം എന്നുള്ള ചിന്തിക്കൂലേ? ഏറ്റവും നല്ല സ്കൂളിലല്ലേ പിന്നെ പാരൻസ് കൊണ്ടേ ചേർക്കുക. അവിടെ പൈസ ഒന്നും കോംപ്രമൈസ് ചെയ്യൂല. കാരണം എന്താ, എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Education is the most powerful weapon which can be used to change the world എന്ന് പറഞ്ഞ. ഇതാര് പറഞ്ഞ? ഇത് നെൽസൺ മണ്ടേല പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. കാരണം അത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ തന്നെ പണ്ട് എഡ്യൂക്കേഷൻ അത്ര വലിയ പ്രയോറിറ്റി ഒന്നും കൊടുത്തില്ലായിരുന്നു. ഇന്ന് അവർക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു 20 കൊല്ലം മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പോൾ ആഫ്രിക്ക. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആഫ്രിക്കയിലേക്ക് ആഫ്രിക്കൻ മാർക്കറ്റ് ഇപ്പോൾ ശരിക്കും ഓപ്പൺ ആയിട്ട് തുടങ്ങി, നല്ല ഉഷാറാണ്. ഇപ്പോൾ നമ്മൾ കെനിയയിൽ സ്റ്റാർട്ട് ചെയ്തു, ഈജിപ്തിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റിസ്ക്, ഒരു പേടിയുള്ള ഒരു PR ആണല്ലോ ആഫ്രിക്കനെ പറ്റിയുള്ളത്. അങ്ങോട്ട് പോകാൻ ചില രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെയാണെന്ന് നമുക്ക് കരുതാൻ പാടില്ല. ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സം പ്ലേസസ്, സം കൺട്രീസ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പം ഇവിടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ എങ്ങനെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരൂലേ, ആ രീതിയിലേക്കുള്ളതേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കള്ളത്തരവും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ തുടങ്ങി വരുന്നേ ഉള്ളൂ അല്ലേ? അവിടെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടുത്തെ ആൾക്കാർ തന്നെയാണല്ലോ. അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും ഇങ്ങനെ വലിയൊരു ഗോളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുക. ആണ് ആ ഗോള് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യല്ലോ. നമ്മൾ ഓരോ ലാർജർ ദാൻ ലൈഫ് ഗോളായിട്ട് ഒരു സാധനം വേണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 100% കമ്പനികളൊക്കെ നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞ ഓരോ വർഷത്തേക്കും ഓരോ മാസത്തേക്കുള്ള ഗോൾ എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഓരോ ജിടെക് സെൻറ്ററിലും ഇതിപ്പോൾ ഏപ്രിൽ മാസമല്ലേ, മെയ് മാസത്തിൽ എത്ര അഡ്മിഷൻസ് വരണം, എത്ര കളക്ഷൻസ് വരണം, എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നൊക്കെ ആ മെയ് 1-ാം തീയതി തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതൊരു പ്ലാനാണ്. ആ പ്ലാനിൽ എന്തായാലും എല്ലാവരും വരണം. ഇതേപോലെ കമ്പനിക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ 2025 നമ്മൾ എവിടെയൊക്കെ പുതിയതായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, എന്തൊക്കെ കോഴ്സുകൾ കൊണ്ടുവരണം, ഇത് നമ്മളെ ഗോൾ തന്നെയാണത്. ആ ഗോളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഗോൾസ് സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും അത് മസ്റ്റ് അല്ലേ. നമ്മൾ ഇതിൽ നല്ല എന്ത് ബിസിനസ്സിലാണെങ്കിലും നമുക്ക് ഗോൾ വേണം, നമുക്ക് ടാർഗറ്റ് വേണം, നമ്മളതിൽ കമ്മിറ്റഡ് ആവണം, നമ്മൾ സിൻസിയറിറ്റി നമ്മളതിൽ കാണിക്കണം. അപ്പോഴേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റുള്ളൂ. ശരിക്കും ഇതിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഡൗട്ടാണ്,
ഈ ഇമോഷൻസിനെ ശരിക്കും ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു ഏരിയ അല്ലേ ഇതിന്? നമ്മൾ ഇമോഷണലി ഒരു സാധനത്തിനെ കാണുമ്പോൾ നമ്മൾ ഇമോഷണലി അതിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും അപ്പുറത്തുണ്ടാവും. നമ്മൾ ടൂ മച്ച് ഇമോഷണലി ഇൻവോൾവ് ആകുമ്പോൾ ഭയങ്കര വേദനിക്കാനും സാധ്യതയില്ല. ശരിക്കും ഇമോഷൻ്റെ ഒരു ബാലൻസ് ആവശ്യമില്ല. ഉണ്ട്. സി ആസ് ആൻ എൻ്റർപ്രനർ എന്നുള്ള നിലക്ക് നമ്മൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമുക്ക് 800ഓളം സ്ഥാപനങ്ങളുണ്ട്. ഈ 800ഓളം സ്ഥാപനങ്ങളും മാനേജ് ചെയ്യുന്നത് 800 ടൈപ്പ് ആൾക്കാരാണ്. ഈ 800ഓളം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് ലക്ഷക്കണക്കിന് കുട്ടികളും പല ടൈപ്പുമാണ്. ഇവർക്കൊക്കെ പല രീതിയിലുള്ള മൈൻഡ് സെറ്റും അല്ല, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവണ്ടേ. ഓരോരുത്തർക്കും വ്യത്യാസമുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റും ഐക്യു ഒക്കെ ഉണ്ടായിരിക്കും ആവശ്യം ഉണ്ടാവുക. ഓരോരുത്തരും ഡിഫറെൻറ്റ് റിക്വയർമെൻ്റ് ആയിരിക്കും. ഓരോരുത്തരും എന്നെ കാണുന്നത് തന്നെ വേറെ വേറെ കണ്ണിലായിരിക്കും. അപ്പം ഇതിനൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പമുള്ള സംഭവമല്ല. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന കോഴിക്കോട് ഓഫീസിൽ തന്നെ ഏകദേശം 100ഓളം സ്റ്റാഫുണ്ട്, നമ്മുടെ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ. ഈ 100 ആൾ 100 ടൈപ്പല്ലേ. അപ്പോൾ ചിലയിടത്ത് നമുക്ക് പിന്നെ ദേഷ്യം പിടിക്കേണ്ടി വരും എന്തായാലും. കാരണം എന്താണെന്നറിയോ, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. പക്ഷേ അതൊക്കെ നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മോനെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താലേ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഒരു ഐഡിയയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ആസ് എ കമ്പനി എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമല്ലോ. കമ്പനി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി വൺ മൈൻഡ് വൺ സോൾ. അത് തന്നെ. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ആൾക്കാർ ആരാണ്? അത് ഇറ്റ്സ് ദ ജോബ് ഓഫ് ദ ഓണർ. അപ്പോൾ അത് എൻ്റെ റോളാണ്. അവരെ ഒരേ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട പണി, എൻ്റെ പണി അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പലരും പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമ്മുടെ അടുത്ത് ചോദിക്കാതെ ചെയ്യുന്ന അവരവരുടെ മൈൻഡ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ അങ്ങനെ പോയതുകൊണ്ടാണ് അൽഹംദുലില്ലാ ടുഡേ വി ആർ സക്സസ്ഫുൾ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പോകുമ്പോഴേ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ നമ്മൾക്ക് ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സായി. എന്താ പറയുക, ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളമൊക്കെ നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, വളരെ ജെനുവിനായിട്ട്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മളെല്ലാ ഓപ്പറേഷൻസും ഉള്ളത്. നമുക്കൊന്നും അങ്ങനെ ഒരു ഹിഡൻ അജണ്ടകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം, മനസ്സിലായില്ലേ. പിന്നെ അൽഹംദുലില്ലാ പഠിച്ചോൻ നമുക്ക് ആവശ്യത്തിനൊക്കെ ഉള്ള പണവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മണി ശരിക്കും മണിയാണോ ടാർഗറ്റ്, അതോ മണി സൈഡ് പ്രൊഡക്റ്റ് ആണോ? മണി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈഡ് പ്രൊഡക്റ്റ് ആണ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേയൊക്കെ നമുക്ക് മണി ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ഇപ്പത്തിൽ ഒരു 5-8 കൊല്ലമൊക്കെ ആയിട്ട് നമുക്ക് മണി ഒരു മേ ബി ഒരു 4th or 5th പ്രയോറിറ്റി. മണി എന്തായാലും വേണമല്ലോ, മണി മസ്റ്റാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് തന്നെ കറക്റ്റ്. അപ്പോൾ മണി ആവശ്യമാണ്. പക്ഷെ അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരിക്കലും ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. എൻ്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പാണ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ആ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ തരത്തിലുള്ള വെദർ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് നമ്മളെ സ്റ്റാഫായിട്ടാണെങ്കിലും നമ്മളെ സെൻറ്റർ മാനേജ് ചെയ്യുന്ന ആൾക്കാരായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഈ റിലേഷൻഷിപ്പാണ് ഇപ്പോഴത്തെ സംഭവത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രയോറിറ്റി. പിന്നെ 100% ഞാൻ പറഞ്ഞ ആ മണിയൊന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ ഞാൻ തന്നെ എല്ലാവരുടെ അടുത്തും അത് പറയാറുണ്ട്. കാരണം ഇപ്പോൾ ഒക്കെ നമ്മൾ വോട്ടെവർ നമുക്ക് വരുന്ന നല്ലൊരു ശതമാനം പൊതുവേ നമ്മൾ കുറേ മാർക്കറ്റിങ്ങിന് ചിലവാക്കും, കുറേ സോഷ്യൽ സർവീസിന് ചിലവാക്കും. അങ്ങനെ ഇപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു പോണ സമയത്ത് ഒരുപാട് പൈസ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ആൾക്കാരുടെ ഇടയിലൊക്കെ നല്ല രീതിയിൽ, നല്ല ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ പൊതുവേ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഒരു പോളിസിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും നമ്മളിൽ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഹിഡൻ അജണ്ടകളൊന്നുമില്ല. ഒരാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കി അതിലൊന്നും ഒരു അർത്ഥമില്ല. ആ പൈസ ഒന്നും ഒരിക്കലും നിൽക്കൂല. ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് ജിടെക് ഇതിന്റെ ശരിക്കും ഒറ്റക്ക് നടക്കുന്ന അത്രയും ആൾക്കാരെ. അതെ ആൾക്കാർ. കാരണം ഇത് നമുക്ക് എല്ലാ ഇല്ലാത്തൊരു സ്ഥലവും ഇല്ലല്ലോ.
ഇപ്പം നമുക്ക് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ സച്ച് എ ഹ്യൂജ് കൺട്രി ഇന്ത്യ ഈസ്, ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് ഇപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യാസത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? ഇവിടെ ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്യുമല്ലോ, നിങ്ങൾ സ്കില്ലാണോ നോക്കില്ല അതോ അവരുടെ ക്യാരക്ടറാണോ? രണ്ടും നോക്കൂല്ലേ. അത് ഞാൻ പറഞ്ഞു കുറേ കാലമായില്ലേ, 10-31 കൊല്ലമായില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും വെദർ ഹീ ഈസ് സൂട്ടബിൾ ഫോർ മീ ഓർ നോട്ട്. ആളെ കണ്ടാൽ തന്നെ അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ അടുത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലിരുപ്പ് അടക്കം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട്, മനസ്സിലായി. എന്നാലും കുറേയൊക്കെ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തു ചിലപ്പം പക്ഷെ എന്താ പറയുക, സ്കില്ലിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് അത് പൊതുവെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ്. കാരണം അവർ നമ്മളെക്കാളും വലിയ ആളാവാൻ വേണ്ടിയൊക്കെ നോക്കും. അത് വലിയ പ്രയാസമുള്ളതാണ്. ക്യാരക്ടറാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. അതിൽ ഞാൻ എൻ്റെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അതങ്ങനെ നമ്മൾ ക്യാരക്ടർ നോക്കിയിട്ട് അപ്പോഴത് സിങ്ക് ആവുള്ളൂ. അത് ഭയങ്കര ഒരു പോസിറ്റീവ് അല്ലേ? ഇപ്പം ഇപ്പോഴത്തെ ഒരു ജോബ് ഇത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മാറാനാണ് നോക്കുന്നത്. പെട്ടെന്ന് മാറും, അപ്പോഴാണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ എൻ്റെ കൂടെ ഈ 31 കൊല്ലമായിട്ടുള്ള ആളും എൻ്റെ കൂടെ ഉണ്ട്. 25 വർഷത്തിന് മേലുള്ള കുറേ ആൾക്കാരുണ്ട്, 10 വർഷത്തിന് മേലുള്ള കുറേ ആൾക്കാരുണ്ട്. അത് ഞാൻ പറഞ്ഞ അത് ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടൂല. അതെ, അത് ഭയങ്കര റയറാണ് ഇപ്പോൾ. അതെ അപ്പൊ അതുണ്ട് നിങ്ങളെ കൂടെ ഉണ്ട്. ഓ നൈസ്. അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണല്ലോ. ആണ്. എന്താ പറയുക, അവർക്കൊക്കെ ഗ്രോ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ തന്നെ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ പുതിയ ഐഡിയാസ് കൊണ്ടുപോവാ, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുപോവാ. ഇപ്പം നമ്മളൊരു സാധനം നമ്മൾ സെല്ല് ചെയ്യാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ 10 തരത്തിലുള്ള ഐഡിയാസ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഏറ്റവും നല്ല ഐഡിയാസാണ് നമുക്ക് വേണ്ടത്, അല്ലേ? പിന്നെ ഇപ്പം ജി-ടെക്കിൽ ഒരു വർഷം 1.5 ലക്ഷത്തിന് മേലെ കുട്ടികൾ പഠിക്കും. 1.5 ലക്ഷം ആൾക്കാരെ ഒരു വർഷം ഞാൻ പറയുന്നത് 365 ഡേയ്സിൽ 1.5 ലക്ഷം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല. ഐ ബെറ്റ് യു ഉണ്ടാവില്ല. പിന്നെ ഓൺലൈനിലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെയല്ല, ഇത് ഓഫ്ലൈനാണ്. എല്ലാ സെന്ററുകളിലും വന്ന് ഫിസിക്കലായിട്ട് പഠിക്കുന്ന ഇത്രയും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഞാൻ ഇത്രയും ഗ്യാരണ്ടിയിൽ പറയുന്നത് വെച്ചാൽ നമ്മളെ ഈ ഓരോ കുട്ടിക്കും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന് എത്ര അഡ്മിഷൻ വന്നു, ഈ മാസം എത്ര വന്നു, ഈ ആഴ്ചയിൽ എത്ര വന്നു എന്നുള്ള. ഓരോ സ്റ്റുഡൻറ്റിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ID ഉണ്ട്, ജനറേറ്റ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഒന്ന് തൊട്ടിട്ട് എണ്ണീക്കാണ് സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മളത് നിർബന്ധമാണല്ലോ. നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള നമുക്കൊരു ERP സിസ്റ്റം ഉണ്ട്. ഈ കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. അവർ നമ്മളിലുള്ള വിശ്വാസം ഇതായിട്ട് നമ്മളെടുത്ത് വന്നതല്ലേ. അപ്പോൾ അവർക്ക് നല്ല ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് നല്ല ക്വാളിറ്റി എക്സാം കൊടുക്കണം, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കണം, അവർക്ക് നല്ലൊരു ജോലി നാളെ കിട്ടണം. അവരാ കരിയർ നമ്മളെടുത്ത് കിട്ടാൻ വേണ്ടി നമ്മളെടുത്ത് വരുന്നതല്ലേ. അപ്പോൾ വി ഹാവ് ഓൾ ദ അവരെ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവരേണ്ട എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ അടുത്തുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾക്ക് ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റൂല. ഇത് എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിഷനിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ പേഴ്സണൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അതല്ല അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കോൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഒരാൾക്കുണ്ടാകുന്ന എത്ര വർഷങ്ങളായി സായിമ എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഇന്നൊന്നല്ലേ തുടങ്ങിയല്ലോ. ഇപ്പം ഈ റോഡൊക്കെ തന്നെ ഇപ്പോൾ ഈ മഞ്ചേരി, മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ റോഡൊക്കെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ബൈഹാർട്ട് എത്രയോ വർഷങ്ങളായില്ലേ നമ്മളിത് യാത്രകൾ തുടങ്ങിയിട്ട്. ഞാൻ പണ്ടൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കോഴിക്കോട് കഴിഞ്ഞ് ഫസ്റ്റ് മഞ്ചേരിയാണ് തുടങ്ങി, പിന്നെ പെരിന്തൽമണ്ണ തുടങ്ങി, പിന്നെ തിരൂർ തുടങ്ങി, പിന്നെ വടകര തുടങ്ങി. അപ്പം ഞാൻ രാവിലെ കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മഞ്ചേരി വന്ന് പിന്നെ പെരിന്തൽമണ്ണ പോയി അതിലെ ഇങ്ങനെ വളഞ്ഞു ചുറ്റി തിരൂർ പോയിട്ടാണ് വൈകുന്നേരത്തേക്ക് ഞാൻ കോഴിക്കോട് എത്തുക. ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്. അവിടെ നിന്നാണല്ലോ ബാക്കിയുള്ള ജില്ലകളിലേക്കും ബാക്കി സ്റ്റേറ്റുകളിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞ ഒരു 10-20 കൊല്ലമൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്ത കിലോമീറ്ററിന് ഒരു അറ്റവും കണക്കും ഉണ്ടാവില്ല, അത്രത്തോളം ട്രാവൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഇത് ബാധിക്കില്ല, റിലേഷൻഷിപ്പിനും ഇല്ലാന്ന്. അത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്താൽ മതി. ബാലൻസ് കീപ്പ് ചെയ്യുന്നത് അത് ബാലൻസ് ചെയ്യണോ. അതിപ്പോൾ ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ ഒരു സൺഡേ ആണെന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങൂല, ഞാൻ പുറത്തേക്കൊന്നും ഞാൻ പോകില്ല. ആ സൺഡേ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. പിന്നെ ഞാൻ രാവിലെ നേരത്തെ ഞാൻ ഓഫീസ് പോകില്ല, ഞാൻ ഒരു 10-11 മണിക്ക് പോവുള്ളൂ. അതൊക്കെ എൻ്റെ ഫാമിലി ടൈമാണ്,
മനസ്സിലായില്ലേ? മനസ്സിലായി. ഓ, ആൾക്കാർ പെടുന്നൊരു ഏരിയയാണ് അത്. ഈ രണ്ടും കൂടി ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ആണ് തീർച്ചയായിട്ടും. ബാലൻസിങ് മസ്റ്റ് ആണല്ലോ, അപ്പോഴേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനിന്ന് ഇൻ്റർവ്യൂവിന് ഇവിടെ വന്നിട്ടുള്ളത് തന്നെ ഞാൻ എൻ്റെ ഭാര്യനായിട്ടാണ്. കാരണം എന്താ, അത്രയും സമയം നമ്മൾ കാറിൽ ഇരുന്നിട്ട് ഞാൻ ഡ്രൈവറെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാ. അപ്പം ഇത് നമ്മളൊരു ഫാമിലി ടൈമാണ് ഇതൊക്കെ. അതേപോലെ എവിടെ പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചോദിക്കും വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഓള് വരും, അപ്പോൾ നമ്മളങ്ങനെ ജോയിൻ്റ് ആയിട്ട് പോകും. അങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ, മസ്റ്റ് അല്ലേ? എല്ലാ ടൈമും വാല്യുബിൾ ആണല്ലേ? ശരിക്കും എല്ലാ ടൈമും വാല്യുബിൾ ആണ് സായ്മ. ടൈമാണ് ഇപ്പോൾ ഇല്ലാത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓഫീസിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വലിയ പ്രയാസമാണ്. നമുക്ക് ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും, കുറേ മീറ്റിങ്ങുകൾ ഉണ്ടാവും. പിന്നെ ഞാൻ പറയും ഇതൊന്നും എളുപ്പമല്ല. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊക്കെ നല്ല ഒരു സംഭവമാണെന്നൊക്കെ തോന്നും. ഇതിനുള്ളിലേക്ക് വരുന്ന സമയത്ത് അതിപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സി അൺലെസ് ആൻഡ് അൺടിൽ യു ഡോണ്ട് ടേക്ക് ഓൾ ദീസ് ചാൻസസ് നമുക്ക് അതാണ് ആസ്ക് ചെയ്യുന്നത്. അതാണ് യെസ് യെസ്. അത്ര ആ ടൈം ഫുള്ളി ആ ടൈം കൊടുക്കലാണ് ആസ്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പിന്നെ വൺ മോർ തിങ് ഇസ് ലൈക്ക് ഇപ്പോൾ നമ്മളെ ഈ നമ്മളിത് ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ പലർക്കും പല തരത്തിലുള്ള റിക്വയർമെൻറ്റുകളാണ്. ഇപ്പം കേരളത്തിൻ്റെ റിക്വയർമെൻ്റ് ആയിരിക്കില്ല തമിഴ്നാടിൻ്റെ ആയിരിക്കില്ല മഹാരാഷ്ട്രൻ്റെ ആയിരിക്കില്ല പിന്നെ സിംഗപ്പൂരിൻ്റെ ആയിരിക്കില്ല ദുബായ്. എല്ലാ സ്ഥലത്തും ഡിഫറെൻ്റാണ്. അതിനനുസരിച്ച് നമ്മൾ കോഴ്സുകൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം, എല്ലാം നമ്മൾ ചെയ്യണ്ടേ. പിന്നെ അവിടുത്തെ ആൾക്കാർ നിങ്ങൾക്ക് ചൂസ് ചെയ്യണം, എല്ലാം ചൂസ് ചെയ്യണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം അത്ര എളുപ്പമല്ല. കാരണം ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടാവണം. അവരെ ഓരോ ദിവസത്തെയും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓരോ ദിവസം രാവിലെ അവർക്കുള്ള ടാർഗറ്റ് കൊടുക്കണം. എല്ലാവർക്കും നമ്മൾ രാവിലെ ടാർഗറ്റ് കൊടുക്കും. രാവിലെ നമ്മൾ ഓരോ സ്ഥാപനത്തിലുള്ള നമ്മളെ കൗൺസിലർമാർ ഉറങ്ങിണീച്ച് വരുമ്പം തന്നെ അന്നത്തെ ടാർഗറ്റും കണ്ടിട്ടാണ് വരിക. കാരണം അത് മസ്റ്റാണ്. നമുക്ക് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാർഗറ്റിൽ പോയാലും മാത്രമേ നമ്മൾ എത്തുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. അപ്പൊ അതിന് അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പോയോണ്ട് കാര്യമില്ല. ചരട് പട്ടി അവിടെ ഒരു ഐഡിയയും ലക്കും ലഗാനൊന്നും ഇല്ലാതെ അങ്ങനെ പോകും. നമ്മളെപ്പോഴും എന്താ പറയുക, വാട്ട് എവർ യു ഡു അത് നമ്മൾ അതിന് പ്രൊഫഷണലിസം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ടാർഗറ്റൊക്കെ വെച്ച് ചെയ്താലേ അത് നടക്കുകയുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ടാർഗറ്റ് 1000 എന്നുള്ള സെൻറ്റേഴ്സ് എന്നുള്ള ആ രീതിയിലേക്കാണ് നമ്മൾ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ മാസവും നമുക്കൊരു 5 or 10 ഒക്കെ പുതിയ സെൻറ്ററുകൾ എല്ലാ മാസങ്ങളിലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിടും. ഓരോ സ്റ്റേറ്റ് മാറ്റി പിടിച്ച് കൊണ്ടുപോകും. നമ്മൾ അത് കൊണ്ടുപോകണം, മസ്റ്റാണ്. കാരണം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇത്രയും എല്ലാ A ക്ലാസ് B ക്ലാസ് C ക്ലാസ് ടൗണുകളിലും ഇന്ന് GTech ഉണ്ട്. GTechൻ്റെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ GTech കേരള മാപ്പ് എന്ന് അടിച്ചാൽ തന്നെ അറിയാൻ പറ്റും. മൊത്തം 231 സെൻറ്ററുകൾ കേരളത്തിൻ്റെ എല്ലാ A ക്ലാസ് B ക്ലാസ് C ക്ലാസ് സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട് നമുക്ക് 100 ആവാനായി, 100 ആവാനായി. അപ്പോൾ എല്ലാ ടൗണുകളിലും നമ്മൾ ഇതേപോലെയുള്ള നമ്മുടെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടികൾ ഒരു സൈഡിൽ നിന്ന് നടന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ അതാണ് സ്ഥായിയായിട്ടുള്ള അതിന്റെ ഭാവം എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത്. പുതിയ രാജ്യങ്ങളും പുതിയ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ നമ്മളെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാം. അങ്ങോട്ട് പോട്ടെ. അതെ. പിന്നെ ഈ സ്റ്റുഡൻസ് ഇല്ലേ, നിങ്ങളെ ഇപ്പൊ ഈ 33 ലക്ഷം ആയിട്ടുണ്ട്. അതില് 30 ലക്ഷം 3 മില്യൺ. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ഏതെങ്കിലും പേഴ്സണലി ഒരു സ്റ്റോറി നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും സ്റ്റോറി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര, ഇപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ പിന്നെ മസ്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. മസ്കറ്റിൽ എൻ്റെ മകള് അവിടെ നമ്മളെ GTechൻ്റെ ഗ്ലോബൽ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു സ്റ്റഡി അബ്രോഡിൻ്റെ ഡിവിഷനാണ്. അപ്പോൾ ഞാനും വൈഫും കൂടെ അവിടെ മസ്കറ്റിൽ പോയി അവളെ ഓഫീസിൽ പോയപ്പോൾ ദുബായിൽ നിന്ന് ഒരു ടീം വന്നു. ഗഡു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം വന്ന് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ദുബായിലുണ്ട്, അന്നേരം അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആളും പറഞ്ഞു അതെ നമ്മളെ പിന്നെ മെയിൻ ഹെഡിനൊക്കെ കണ്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ദുബായിലെത്തി. ഇതിപ്പോൾ ഒരു ആഴ്ച മുന്നത്തെ സംഭവം കേട്ടോ. പോയി അങ്ങനെ ഇവരുടെ പിന്നെ അക്കാഡമിക് സിറ്റിയിലാണുള്ളത്. അവരുടെ ഓഫീസിൽ പോയി അവരുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയപ്പോൾ
ഞാൻ ഈ കാണാൻ ഉദ്ദേശിക്കുന്ന, അതായത് അവിടുത്തെ മെയിൻ ഹെഡ് എന്ന് പറയുന്ന ആൾ ജിടെക്കിൻ്റെ അലൂമിനിയാണ്. അപ്പോൾ പോയി ഉടനെ തന്നെ എന്നോട് അയാൾ പറഞ്ഞു, സാറ് ഇവർ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് അല്ലേ. അപ്പം നമ്മളെ ജിടെക്കിലാണ് അവർ പഠിച്ചതെന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണത്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എവിടെ പോകുന്ന സമയത്തും ഒരു 10 ആളുള്ളടുത്ത് 2 ആളുണ്ടാവും കൈപോക്കാൻ, ഞാൻ ജിടെക്കിൽ പഠിച്ചാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഭയങ്കര ഒരു പ്രൗഡാണ്. അപ്പം ഞാൻ എപ്പോഴും നമ്മളെല്ലാ ഇതിലും പറയുന്നതാണ്, അവർ സ്റ്റുഡൻസ് ആർ അവർ ബ്രാൻഡ് അംബാസഡേഴ്സ്. അപ്പം എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ പ്ലേസ്മെൻറ്റിൻ്റെ ഇത് ഇറക്കും, എല്ലാ ആഴ്ചയിലും ഇറക്കും, എല്ലാ ശനിയാഴ്ച ഇറക്കും. ആ ആഴ്ചയിൽ ജോലി കിട്ടിയവരെ ഒരു 150 മുതൽ 200, 300 വരെയൊക്കെ എല്ലാ ആഴ്ചയിലും നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ജോലി കൊടുക്കും. അതിനായിട്ട് നമുക്കൊരു പ്ലേസ്മെന്റ് ഡിവിഷൻ ഉണ്ട്, ജോബ്സ് ബാങ്ക് എന്ന് അതിന്റെ പേര്. ഇതിനൊന്നും നമ്മളൊന്നും ചാർജ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ CSR, സോഷ്യൽ നമ്മളെ കമ്മിറ്റ്മെന്റ്. നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളെ. അപ്പൊ ആർക്കും വേണമെങ്കിൽ കിട്ടും. നമ്മൾ അതിനു വേണ്ടി ജോബ് ഫെയറുകൾ നടത്തും. ഈ കുട്ടികളൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജോബ്സ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യിക്കും. ഈവൻ അവർക്ക് നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ, എല്ലാം നമ്മൾ കൊടുക്കും. അതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മളെ സംബന്ധിച്ചോളം വി ആർ ഓൾവേസ് പ്രൗഡ് വെൻ അവർ സ്റ്റുഡൻസ് ഗെറ്റ് എ ഗുഡ് ജോബ്. അതാണ് നമ്മൾ ഏറ്റവും പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റുഡൻസാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ഈ ഫിലിം സ്റ്റാർസിനൊക്കെ എടുത്തിട്ട് ഓരോ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവർ പറയും നമ്മൾ ഞാൻ പറയും ബ്രാൻഡ് അംബാസഡർ ആവാൻ ആരും സമ്മതിക്കില്ല. നമ്മളെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റുഡൻസ് ആണ്. യു ക്യാൻ ബി അവർ പ്രൊജക്ട് അംബാസഡേഴ്സ്. ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് അംബാസഡർ ആയിട്ട് നമ്മൾ അവരെടുക്കും. ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റുഡൻസ് ആണ്. നമ്മളെ മമ്മൂട്ടി, നമ്മളെ മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് നമ്മളെ ജിടെക്കിൽ പഠിക്കുന്ന നമ്മളെ കുട്ടികളാണ്. അവരാണ് നമ്മളെ പ്രൗഡ്, അവരാണ് നമുക്ക് ഏറ്റവും അഭിമാനം കൊണ്ടുവരുന്ന ആൾക്കാർ. ശരിക്കും നിങ്ങൾക്ക് ഏതൊരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതൊരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായത് ജിടെക് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന്? നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ 2001 ജിടെക് ആസ് എ കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2001 ഫെബ്രുവരി 10. ഇതിപ്പോൾ നമ്മളെ സിൽവർ ജൂബിലി വർഷ, 25ാം വർഷമാണ്. അപ്പം നമ്മളൊരു 2002-2003 കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 23 കൊല്ലം മുന്നേ നല്ലൊരു അടിപൊളി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് കോൾഡ് ആസ് മാതൃഭൂമി ജിടെക് വിജ്ഞാൻ. മാതൃഭൂമി പത്രമായിട്ട് ചേർന്നിട്ട് കേരളത്തിലുള്ള സാധാരണക്കാർക്ക് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ഒരു വലിയ പ്രൊജക്റ്റ് ആയിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടേംഡ് ആസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർ ബിഗ്ഗസ്റ്റ് ലിറ്ററസി ക്യാമ്പയിൻ ഇൻ കേരള, കമ്പ്യൂട്ടർ ലിറ്ററസി ക്യാമ്പയിൻ. മനസ്സിലായില്ലേ? അന്ന് പിന്നെ അതാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അത്. കാരണം പ്രായമുള്ള ആൾക്കാർ, ഒരു 50 വയസ്സിൻ്റെ മേലുള്ള ആൾക്കാരെ, വീട്ടമ്മമാരെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ അവരെ ടെക്കിലേക്ക് കൊണ്ടുവന്നു. അത് ഒരു ഭയങ്കര ഒരു ആ സമയത്തൊക്കെ ഒരാൾക്ക് ഒരു മൗസ് പിടിക്കുക, ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ മാതൃഭൂമി ആയിട്ട് ചേർന്നിട്ട് ഇങ്ങനെ വലിയൊരു ലിറ്ററസി ക്യാമ്പയിൻ നമ്മൾ പ്ലാൻ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഭയങ്കര സക്സസ് ആയിരുന്നു. വി വർ ഏബിൾ ടു ട്രെയിൻ ഓൾമോസ്റ്റ് ഒരു 40,000 സ്റ്റുഡൻസൊക്കെ ഓരോ മാസം ആ സമയത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഡിമാൻഡ് വന്ന് 2-3 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു എന്നറിയോ? മാമുക്കോയ, കോഴിക്കോട്ട്. ഞാൻ വരെ പഠിച്ച് ഇനി എന്താ നിങ്ങൾ പഠിക്കാത്തതെന്ന് ചോദിച്ചിട്ടുള്ള രീതിയിലേക്കുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ കൂടി ആ അഡ്വർടൈസ്മെന്റും കൂടെ ഒന്ന് കാണിച്ചാൽ ഞാൻ നിനക്ക് അയച്ചു തരാം. നല്ല രസമുള്ള, കാരണം ഇന്ന് അതൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ, ഭയങ്കര കോമഡിയാണ്. അതായത് ഞാനിപ്പോൾ ഇമെയിലും ചാറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് മാമുക്കോ ഇത് പറയുന്നത് എപ്പോഴാണെന്നറിയോ? എത്ര വർഷം മുമ്പ്? 23 വർഷം മുന്നേ. അപ്പം ഇന്നൊക്കെ കുറേ യങ്സ്റ്റേഴ്സൊക്കെ നമ്മുടെ അടുത്ത് വരും, ഇപ്പോൾ കുറേ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? 20 വയസ്സ്, 21 വയസ്സ്. മോനെ, നീ ജനിക്കുന്നതിന് മുമ്പേ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ആളാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞപ്പോൾ ജിടെക് തുടങ്ങിയിട്ട് തന്നെ 25 വർഷമായി. അതിൻ്റെ 6 വർഷം മുന്നേ ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. മീൻസ് ഇൻ 1994. ഇപ്പോൾ എത്രയായി?
2025 31ാമത്തെ വർഷമാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതല്ലാതെ. വേറെ എന്തെങ്കിലും ഒരു കച്ചവടമോ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ഐ എം ഫുള്ളി ഇൻ ടു ദിസ്. ഇപ്പം 94 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 96 പിന്നെ മഞ്ചേരി തുടങ്ങി, 97 പെരിന്തൽമണ്ണ തുടങ്ങി, 98 തിരൂർ തുടങ്ങി, 99 വടകര തുടങ്ങി, 2000 നമ്മളിതിനൊരു കമ്പനിയാക്കി, 2001 നമ്മൾ ലോഞ്ച് ചെയ്ത് ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല ലൈഫിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ ഇതിലുള്ള ഓരോ വർഷങ്ങളിൽ ചെയ്ത കാര്യങ്ങളും നമ്മളെ മൈൻഡിൽ അങ്ങനെ കിടക്കൂലേ. ഇറ്റ്സ് ബീൻ എ ലോങ് ജേണി. പിന്നെ എനിക്കത് ഇപ്പം ഞാനിങ്ങനെ ഒരു കോഴിക്കോട് മാത്രം അല്ലെങ്കിൽ മഞ്ചേരി മാത്രം മലപ്പുറം മാത്രം ഒരു ട്രെയിനിങ് സെൻറ്റർ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോറടിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് ഞാൻ കേരളത്തിൻ്റെ ഏറ്റവും മേജർ ഹബ്ബായിട്ടുള്ള കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ നമ്മളിങ്ങനെ സെൻറ്ററുകൾ ഇങ്ങനെ തുടങ്ങി കൊണ്ടുപോകുന്നതാണ് ഇതിൽ നമുക്ക് മടുപ്പ് വരാത്തത്. ഒരിക്കലും മടുക്കാനും പോകുന്നില്ല. കാരണം ഇപ്പം നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാർഖണ്ഡും മറ്റേ ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ ആണ് നമ്മുടെ ടാർഗറ്റ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അപ്പം ഏകദേശം ആഫ്രിക്കയിൽ 54 രാജ്യങ്ങളുണ്ട്. നമ്മളിപ്പോ 7 രാജ്യത്ത് എത്തിയിട്ടുള്ളൂ. ഇനി എത്ര കിടക്കണ്? ഈ 40 രാജ്യങ്ങളിൽ നമുക്ക് എത്തണ്ട. യൂറോപ്പ് വളരെ വാസ്റ്റായിട്ട് കിടക്കുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ ഈ വരുന്ന 2-3 മാസങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. യെസ്. ഇപ്പോഴത്തെ എന്താണ് കുട്ടികളെ എന്ത് ടെക്നോളജിയാണ് ശരിക്കും നമ്മളെ ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന കുട്ടികളെ ലേണിങ്ങിനെ തന്നെ ബാധിക്കാൻ പോകുന്ന ഒരു ടെക്നോളജി വരണമെങ്കിൽ അതാ പറയാം? അതേ തന്നെ 100%, ഒരു സംശയമില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയില്ല എന്നുള്ളതാ. ക്ഷമയില്ല, കുട്ടികൾക്ക് ക്ഷമയില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം കൊണ്ട് എല്ലാവർക്കും മറ്റേ സക്കർബർഗ് ആവണം, ഒരു ദിവസം കൊണ്ട് ഇലോൺ മസ്ക് ആവണം, ഇങ്ങനെയൊക്കെയുള്ള പ്ലാനുകളാണ് നമ്മളെ പുതിയ യങ്സ്റ്റേഴ്സിനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് സമയമെടുത്ത് ഓരോ കാര്യങ്ങളും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ച് അതിൽ നമ്മൾ നല്ല രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ആക്കി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് സക്സസ് കിട്ടുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കില്ല. അവർക്ക് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു ബിസിനസ് ഇന്ന് തുടങ്ങി അല്ലെങ്കിൽ ഇന്നൊരു ആപ്പ് തുടങ്ങി നാളെ തന്നെ ഭയങ്കരമായിട്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വരണം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പം തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോർ എക്സാമ്പിൾ, എല്ലാവർക്കും കുറേ ഫോളോവേഴ്സ് വരണം. അപ്പോൾ ഈ ഫോളോവേഴ്സ് വരാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് എല്ലാവരും ചെയ്യണത്, അല്ലേ? അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് വലുതാവണം എന്നുള്ള ഒരു താല്പര്യമാണുള്ളത്. അപ്പോൾ ചിലത് വൈറലാവും, ചിലത് ക്ലിക്കാവും, ചിലത് ക്ലിക്കാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കോടിക്കണക്കിന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുണ്ട്. ഇപ്പോൾ എത്ര അക്കൗണ്ടുകളാണ് നമുക്ക് ഒരു 1 മില്യൺ 2 മില്യൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫോളോവേഴ്സ് ഉള്ളത്? കുറവാണ്. എത്ര കണ്ടന്റ്സ് ഇറങ്ങുന്നുണ്ട്, എത്ര ഇറങ്ങുന്നുണ്ട്. ഓരോരുത്തരും അത്രയും കാര്യങ്ങൾ ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യല്ലേ. പിന്നെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയൻ്റെ കാലഘട്ടമാണ്. ഇതേപോലെ ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള പല സാധനങ്ങളും ഇനി വരാൻ കിടക്കുന്നുണ്ട്. ശരിക്കും ഇനിയുള്ള സ്കില്ല് ഇത് മാറ്റുമോ? അതായത് പിന്നെ മാറ്റൂലേ? ഇപ്പൊ കമ്പ്യൂട്ടർ ആയിരുന്നല്ലോ, അപ്പൊ ആണല്ലോ ഇപ്പോഴും നിൽക്കുന്നത്. കമ്പ്യൂട്ടർ തന്നെയാണ് AI എന്ന് പറയുന്നത്. തന്നെയാണ്. പക്ഷെ അതില് ശരിക്കും ഹ്യൂമൻസിന്റെ ഇൻവോൾവ്മെന്റ് കുറച്ചുകൂടി കുറയോ അതോ കൂട്ടുക ചെയ്യുക? ഹ്യൂമൻസിന്റെ ഇൻവോൾവ്മെന്റ് കുറച്ച് കുറയും. പക്ഷെ അതിനനുസരിച്ച് ഹ്യൂമൻസിന് ഉള്ള ആൾക്കാർക്ക് അതിൽ കുറെ എഫേർട്ട് ഇടാൻ ഇനി ഉണ്ടാവും. കാരണം ഈ AI എന്ന് പറയുന്ന സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹ്യൂമൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ വേണമല്ലോ എല്ലാത്തിനും. മനുഷ്യൻ, അതായത് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടാവണ്ടേ? മസ്റ്റല്ലേ? അത് കാണാനും അത് പ്രവർത്തിപ്പിക്കാനും വേണ്ട, എല്ലാത്തിനും ആളുണ്ടാവണം. അല്ലാതെ ഇപ്പം പെട്ടെന്ന് ഇപ്പം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വരുന്ന സാധനമല്ലല്ലോ AI എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊന്നും വേണ്ട. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ AI-ൻ്റെ കുറേ ടൂൾസ് ഉണ്ട്. ഈ AI ടൂൾസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ റീച്ചും എല്ലാം കൂടും. അതിനൊക്കെയുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്തും AI-ൻ്റെ ഒരു ടൂൾ എടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 1000 ആൾ കാണുന്ന സാധനം അത് 2000-3000 ആൾക്കാർ കാണും. ഇതൊക്കെ ടൂൾസാണ്. ഈ ടൂൾസ് പക്ഷെ നമ്മളെ ഉപയോഗിക്കണമല്ലോ. അതെ അതെ. ഈ ടൂൾസ് കണ്ടുപിടിച്ചതും നമ്മളെ ആൾക്കാരാണല്ലോ. ഉപയോഗിക്കാൻ ആൾ വേണം, ഇത് കണ്ടുപിടിക്കാനും ആൾക്കാർ വേണം. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ഥിതി. പക്ഷെ എന്തായാലും AI വിൽ ഡെഫിനറ്റ്ലി മേക്ക് ലോഡ് ഓഫ് ചേഞ്ചസ്.
ഇൻ ദ കമ്മിങ് ഡേയ്സ്. ജിടെക് എന്താണ് റോബോട്ടിക്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഓൾറെഡി എൻ്റർ ചെയ്ത് നമുക്ക് നമ്മളതായിട്ടുള്ള ഇൻഹൗസ് ആയിട്ടുള്ള റോബോട്ട് ഉണ്ട്. ഗ്ലോറിയ എന്നാണ് മുപ്പത്തിൻ്റെ പേര്. അപ്പോൾ അത് ഇപ്പം നമ്മളെല്ലാ ജിടെക്കിലും ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ മെയിൻ ഓഫീസിലൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചാലും പറഞ്ഞു തരും. ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അതെ, ശരിക്കും ഇപ്പൊ ചൈനയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ നമ്മൾ എപ്പോഴും അവിടേക്ക് എത്തുക എന്നുള്ളൊരു തോന്നലാണ്. കാരണം അവർ എത്രയോ മുന്നിലാണല്ലോ. മുന്നിലാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ സ്കിൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസാ. സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചൈനയിൽ. അത് ഇന്നല്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. അവർ അതിലാണ് ഫോക്കസ് ചെയ്ത്, അതിൽ ഫോക്കസ്ഡ് ആണ്. സ്കിൽസ് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. കാരണം നമുക്കിവിടെ ചൈനീസ് സാധനങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി. നമ്മളിവിടെ ആരെങ്കിലും ഉണ്ടോ അവരുണ്ടാക്കുന്ന പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ചൈനീസാണ്. ഇന്നിപ്പോൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ മൊബൈലിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചൈനയിൽ നിന്നാണ് വരണത്. അവരുണ്ടാക്കുന്ന മാതിരി അത്ര ചീപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒന്നുണ്ടാക്കുന്നു 100 ഉണ്ടാക്കുന്ന വ്യത്യാസമല്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? സ്കിൽസാണ്. സ്കിൽസാണ് ആവശ്യം. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാനോ ചെയ്യാനോ പറ്റുക എന്നുള്ളതാണ്. അതാണ് സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് നമ്മളെ ഗവൺമെൻറ് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ എഡ്യൂക്കേഷനിൽ അത് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനാണ് പറയുന്നത് എന്താണെന്നറിയോ? NEP എന്ന് പറയും. പുതിയ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എല്ലാ ഡിഗ്രി കോഴ്സുകളുടെ കൂടെയും ആ ഒരു പഠിക്കുന്ന ആൾക്ക് ഒരു സ്കില്ലും കൂടി ഉണ്ടാവണം. അങ്ങനെ ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷം മുതൽ. അത് അടിപൊളി മൂവാണല്ലോ. അതാണ് ഇനി ലൈഫിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അത് തന്നെ കറക്റ്റ്. റിയൽ ലൈഫിലേക്ക് സ്കിൽസ് മസ്റ്റ് ആണ്. ഇപ്പൊ ചൈനന്റെ ഒരു വ്യത്യാസം, ചൈനന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന സ്കിൽസ് ആയിരുന്നു. അവർ എത്രയോ വർഷം മുന്നേ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കി. നമ്മളിപ്പോഴും A+B = A² ഇതും പഠിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു തിയറി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണത്തിന് ജോലിക്കാണ്. ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു BCom ഇപ്പൊ നമ്മളൊരു കോളേജിൽ പഠിച്ച ആൾക്ക് ആ BCom കഴിഞ്ഞാൽ എന്താ ജോലി കിട്ടുക? അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ BCom കഴിഞ്ഞാലോ കോളേജിൽ പഠിച്ചാ എനിക്ക് തോന്നുന്നു ഒന്നും കിട്ടൂല. ഈ BCom കഴിഞ്ഞാല് നമ്മളെ പോണല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ടാലിയോ SAP ഒക്കെ പഠിച്ചാൽ ഒരു ജോലി കിട്ടും അല്ലേ? അതാണ് വേണ്ട സ്കില്ല്. അതാണ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനം കോളേജിന്റെ കരിക്കുലത്തിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നു ഈ വർഷം മുതലേ. കൊണ്ടുവന്നല്ലോ. ഈ വർഷമാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. നിർബന്ധമാക്കി, മസ്റ്റാക്കി. അതായത് ഒരു ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് 120 ക്രെഡിറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. 120-ൽ 90 ക്രെഡിറ്റ് അക്കാഡമിക് ക്രെഡിറ്റ് ആണ്. അവർ ഈ ഡിഗ്രി പഠിക്കുന്നപ്പോൾ BScയോ BComോ എന്താണോ പഠിക്കുന്നത് അതിൻ്റെ 90 അവർക്ക് അതിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടും. ബാക്കി 30 സ്കില്ലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള സ്കില്ല് അവർ പഠിക്കണം. അപ്പോൾ അതിനാണ് നമ്മളും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ NEP പ്രകാരമുള്ള സ്കിൽ ക്രെഡിറ്റ് കോഴ്സുകൾ ജിടെക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ന് ഇന്ത്യയിൽ ഇതേപോലെ സ്കിൽ ക്രെഡിറ്റുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാപനം ജിടെക്കാണ്. ഈ ശരിക്കും സ്കിൽസ് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴേ ഈ എൻ്റർപ്രണേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളാവട്ടെ, ഇവർക്ക് ഏത് സ്കില്ലാണ് ശരിക്കും അവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കില്ല് ഏതാണ് നിങ്ങളെ ഒരു അഭിപ്രായത്തിൽ? അതായത് ഓരോ സ്റ്റുഡൻറ്റ് തീരെ പഠിക്കാത്തതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഓരോ സ്റ്റുഡൻസിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള IQ ഉണ്ടാവുക. ചിലർ പിന്നെ നല്ല ഡിസൈനിങ് കപ്പാസിറ്റി ഉണ്ടാവും, നല്ല ക്രിയേറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ അതിലേക്ക് പോകണം. മനസ്സിലായില്ലേ? ചിലർക്ക് ചിലപ്പോൾ ഇതേപോലെ അക്കൗണ്ട്സ്, ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും താല്പര്യം. അവർ അതിലേക്ക് പോകണം. ഓരോരുത്തർക്കും ഓരോ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അതിന് ആപ്റ്റിറ്റ്യൂഡ് എന്നാ പറയാ. മനസ്സിലായില്ലേ? ആ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടുള്ള സ്കില്ലുകൾ അവർ തിരഞ്ഞെടുക്കണം. അപ്പോഴേ അവർക്ക് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പല നമ്മളെ വീടുകളിലും ചില പാരൻസ് ഒക്കെ പറയും, എൻ്റെ മോനെ ഞാൻ ഡോക്ടർ ആക്കണം എന്ന് പറയും. മോന് ചിലപ്പോൾ ഡോക്ടർ ആവാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അവൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് അതേ ആയിരിക്കില്ല. അപ്പം നമ്മൾ നിർബന്ധിച്ചൊരു MBBSനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കൊണ്ടുപോയി ചേർക്കുമ്പോൾ എന്താ, അവന് പകുതി വഴിയിൽ വെച്ചിട്ട് നിർത്തും പരിപാടി. മനസ്സിലായോ? അപ്പം അവൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ അവന് പഠിക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടി പറ്റണം. ഇതും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള ഒരു സാധനം വേണമല്ലോ. ഉണ്ടല്ലോ, ഓൾറെഡി ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളടുത്ത് തന്നെ അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്.
MCMF എന്ന് പറയും, മൈ ചോയ്സ് മൈ ഫ്യൂച്ചർ. ഓക്കെ. ഓ ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് അങ്ങനെ അതിൻ്റെ പേര് അങ്ങനെ GTech MCMF, GTech മൈ ചോയ്സ് മൈ ഫ്യൂച്ചർ. അതൊരു 40 മിനിറ്റുള്ള ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് റൂട്ടിൽ ആണ് അവർ ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് സൈക്കോമെട്രിക് ടെസ്റ്റാ, അങ്ങനെ വെറുതെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമല്ല. ഇത് IIT ചെന്നൈയിൽ നിന്ന് അവിടുത്തെ എക്സ്പേർട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈക്കോമെട്രിക് ടെസ്റ്റാണ് നമ്മളെടുത്തിട്ടത്. അത് ചെയ്താൽ മനസ്സിലാവില്ലേ? അത് ചെയ്ത് നോക്കണല്ലോ. എൻ്റെ ഒന്നും ഇപ്പോഴും എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഓക്കെ, സ്കില്ല് ചെയ്യില്ല കിടക്കുന്നതല്ലേ, ഞാൻ ചെയ്ത് നോക്കണല്ലോ. നല്ലതാ അത്. ഒരു ജനറൽ ഒരു പ്രശ്നമില്ല, 40 മിനിറ്റ് മതി. 40 മിനിറ്റിൽ എന്തൊക്കെയാണ് ഒരാളുടെ ഇഷ്ടം, എന്തൊക്കെയാണ് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത്, ഇതൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഏത് ഫീൽഡിലാണ് പോകേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. അങ്ങനെ വേണം. GTech MCMF മൈ ചോയ്സ് മൈ ഫ്യൂച്ചർ. അപ്പം എന്താ പറയുക, പണ്ടൊക്കെയുള്ള സംഭവമല്ല. ഇപ്പം ഞാൻ എന്നെ വീട്ടിൽ നിന്ന്, എൻ്റെ കാര്യം തന്നെ പറയാലോ, എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മക്ക് എന്നെ ഡോക്ടറാക്കണം എന്ന് ആഗ്രഹമായിരുന്നു. കാര്യം എത്ര വർഷം മുന്നേ ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചതാ. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 12th സയൻസിന് 50% മാർക്കില്ല. നമുക്കതില്ലല്ലോ, കാരണം അന്ന് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉള്ള ഒരു സമയമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് സയൻസിന് 50% മാർക്ക് വേണം മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ. അന്ന് എൻട്രൻസിനേക്കാൾ കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് കോട്ടകളുള്ള ഒരുപാട് കോളേജുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ എൻ്റെ ജ്യേഷ്ഠന് മക്ബുൽ ഖാൻ്റെ ഒരു അനിയനായിട്ടുള്ള ഒരാളുണ്ട്, അസ്ലം കെ. അതന്നെ കളിക്കുന്ന ആള്. നമ്മൾ രണ്ടാളും കൂടി അൽ-അമീൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. സത്യം അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് സയൻസിന് 50% മാർക്ക് വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ആവാതെ പോയത്, സത്യം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അതല്ലായിരുന്നു. പോവാൻ താല്പര്യമില്ല, കാരണം അത് അന്ന് ഉമ്മക്ക് അതായിരുന്നു ഡോക്ടർ ആക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വാശിയായി എൻ്റെ മോളെ എനിക്ക് ഡോക്ടർ ആക്കണം എന്നുള്ള. അങ്ങനെയാണ് മോളെ ഞാൻ ഡോക്ടറാക്കിയത്, മനസ്സിലായില്ലേ? പക്ഷെ അവൾക്ക് ഇഷ്ടമായിരുന്നു അത്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ടല്ലോ. അതേപോലെ ഞാൻ മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവന് മെഡിക്കൽ ഇഷ്ടമല്ല, അവന് എഞ്ചിനീയറിംഗാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവന് എഞ്ചിനീയറിങ്ങിന് വിട്ടത്. അപ്പോൾ അതെന്താ പറയുക, ചില കുട്ടികൾ അങ്ങനെ പറയും, എനിക്ക് ഇതാണ് താല്പര്യം എന്നുള്ളത് പറയും. ചിലർ പറയില്ല, അവർക്ക് ഒരു ഐഡിയ കിട്ടൂല. അങ്ങനെയുള്ളവർക്ക് ഇതേപോലുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് അറിയാൻ പറ്റും എന്തിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. നല്ലൊരു പോയിന്റാണ്. ആപ്റ്റിറ്റ്യൂഡ് എനിക്കൊന്നും അറിയില്ല, നമ്മളിങ്ങനെ ഓരോ വഴിക്ക് പോയപ്പോഴാണ് മനസ്സിലായി ഇത് കുഴപ്പമില്ലല്ലോ. കറക്റ്റ്, അങ്ങനെ പോയിട്ടുള്ളത്. പിന്നെ ഈ ലീഡർഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ ലൈഫ് എന്തായാലും ഏറ്റവും വലിയ ഒരു എന്താ വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ ലൈഫ്. അത് പഠിപ്പിക്കുന്ന മാതിരി വേറെ എന്തിനാ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ലീഡർഷിപ്പിനെ പറ്റി നിങ്ങൾ ഹാർഡ്വെയറിൽ പഠിച്ചിട്ടുള്ള ഒരു ലെസൺ എന്താണ്? ലീഡർഷിപ്പ് ഈസ് നോട്ട് ജസ്റ്റ് എ പൊസിഷൻ, ഇറ്റ് ഈസ് എൻ ആക്ഷൻ. ഒരു ലീഡറായിട്ട് ഇരിക്കുന്ന ആള്, എനിക്ക് ഈ പൊസിഷൻ ഉണ്ട്, ഞാൻ മന്ത്രിയാ അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റാ, അങ്ങനെ ഒരു പൊസിഷൻ അല്ല അത് ആക്ട് ചെയ്യാനുള്ളതാണ്. സി വെൻ യു ആർ എൻ ഓണർ ഓഫ് എൻ ഓർഗനൈസേഷൻ, നമ്മളത് ആക്ട് ചെയ്യണം. നമ്മൾ ആക്ട് ചെയ്താലേ നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് ചെയ്യിക്കണം. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെ പോയിട്ട് ഇപ്പം പണ്ട് കിട്ടുണ്ണി സർക്കസ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? കിട്ടുണ്ണി സർക്കസ്. ഈ കിട്ടുണ്ണി സർക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുണ്ണി ആണ് വലിയ അഡ്വർടൈസ്മെന്റ്. ജംബോ സർക്കസ് ഒക്കെ കേട്ടില്ലേ? അതുപോലെ കിട്ടുണ്ണി സർക്കസ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിക്കാനും മൂപ്പര പോവാ, മനസ്സിലായി? പോസ്റ്റർ ഒട്ടിക്കാനും മൂപ്പര പോവാ. അത് കഴിഞ്ഞ് അവിടെ ടിക്കറ്റ് കൊടുക്കലും മൂപ്പരാണ്, സർക്കസ് നടത്തുന്നത് മൂപ്പര തന്നെ. ഇത് എത്ര കാലം അങ്ങനെ പോവും? ഹി ഈസ് നോട്ട് എ ലീഡർ, മനസ്സിലല്ലേ? അപ്പോൾ എല്ലാം കൂടി ഒരാൾ തന്നെ എടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല. നമ്മൾ അതിനനുസരിച്ച് ആൾക്കാരെ അസൈൻ ചെയ്ത് കൂടുതൽ ആൾക്കാരെ കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ചില മന്ത്രിമാർ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് അവരെ പേര് വരും. കാരണം എന്താ? ദേ ആർ ലീഡേഴ്സ്. അവരെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യിക്കും. എല്ലാ മന്ത്രിമാരെയും അങ്ങനെ പറയാൻ പറ്റുമല്ലോ. ചിലർ മന്ത്രിയാന്ന് നമുക്ക് പത്രത്തിൽ കാണുമ്പോഴേ അറിയുള്ളൂ. അങ്ങനത്തെ ഇല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ അത് മന്ത്രി എന്നല്ല ഞാൻ പറയണേ. ഇപ്പോൾ എന്ത് പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും ഇഫ് യു ആർ എ ലീഡർ യു ഷുഡ് ഹാവ് ആക്ഷൻ. ഈ ആക്ഷൻ വരുന്ന സമയത്തെ കമ്പനിയിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അംബാനി, അദാനി, ഇതൊക്കെ ലീഡേഴ്സാണ്. അവരുടെ അടുത്ത് ആക്ഷൻ ഉണ്ട്.
അവരാ ആക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവർ വെറുതെ ഇരിക്കുന്നിട്ടല്ലല്ലോ. ആ ചില സമയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ അവർ പറ്റുന്നുണ്ട്. അത് എടുക്കണം, അത് മസ്റ്റാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ലീഡേഴ്സ് നമുക്കില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ അഭിമാനകരമായിട്ടുള്ള എത്രയോ വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. അവരൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മളെ യൂസുഫ് അലിക്ക, മനസ്സിലായില്ലേ, ഇത്രയും വലിയൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറി. നമ്മളെ മലബാർ അഹമ്മദ് ഖാ, അവരൊക്കെ പല സമയത്തും പല രീതിയിലേക്കുള്ള തീരുമാനങ്ങളും അവരെടുക്കുന്നുണ്ട്. ഇത് മസ്റ്റാണ്. ആ എടുക്കൽ നിർബന്ധമാണ്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് വളരെ വളരെ നിർബന്ധമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലീഡർഷിപ്പ് ഈസ് നോട്ട് ജസ്റ്റ് എ പൊസിഷൻ. ഇപ്പം ഞാനിതിൻ്റെ ചെയർമാനാന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അതിനുള്ള മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അതാണ് വേണ്ടത്. യെസ്. പിന്നെ നിങ്ങളുടെ എന്താണ് ഇപ്പം ഇങ്ങനെ എനർജൈസ് ചെയ്ത് നിൽക്കാൻ നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങളെ എന്തെങ്കിലും ഹാബിറ്റ്സോ റുട്ടീൻസ് ഉണ്ടോ നിങ്ങളിങ്ങനെ അതിൽ പോവാൻ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് സ്പോർട്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഫുട്ബോള്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു ബാഡ്മിൻ്റൺ കോർട്ട്. ഓർമ്മയുണ്ട്? അതെ. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കാണുന്നത് കോഴിക്കോട് നിന്നോ മലപ്പുറത്തു നിന്നോ അല്ല, ഇവിടുന്ന് സൗദി അറേബ്യയിൽ റിയാദിൽ നിന്ന് കോർട്ട് നിന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ റിയാദിൽ ഒരു വിസിറ്റ് വന്ന സമയത്തും ഒരു ഷോർട്സും ടീഷർട്ടും ഷൂ ഒക്കെ ഇട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ താല്പര്യം അതിനോട് ഉണ്ടല്ലോ, മനസ്സിലായി. അതുമല്ല നിങ്ങളെപ്പോലുള്ള ഒരു കോച്ച് ഒരു വലിയ പ്ലെയറുമായിട്ട് മുട്ടണം എന്നുള്ള അതും കൂടി ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചായിട്ട് അതിലേക്കൊന്നും അങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ ബേസിക്കലി ഐ എം എ സ്പോർട്സ് മാൻ. പണ്ട് മുതലേ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജ് പഠിക്കുന്ന സമയത്തും തന്നെ സ്പോർട്സ് മാനാണ്. എല്ലാത്തിലും ഫുട്ബോളും ക്രിക്കറ്റിലും ഒക്കെ കോളേജ് ടീമിലും ഒക്കെ അങ്ങനെയൊക്കെ കളിച്ചു വന്നതാണ്. അപ്പോൾ കളിയോട് നല്ല താല്പര്യമുണ്ട്. അത് നമുക്ക് എപ്പോഴും ഒരു എനർജി തരുന്ന സാധനം. ഇപ്പം എപ്പോഴാണെങ്കിലും ഞാൻ IPL കണ്ടിട്ടേ ഉറങ്ങുള്ളൂ, മനസ്സിലായില്ല. നമുക്ക് അതിനോടുള്ള കമ്പാണ്. ഏതാ ടീമുകൾ ഞാൻ പണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്, കാരണം ധോണി നമ്മളൊരു ഫേവറേറ്റ്. ധോണി ഒരു ഭയങ്കര, പ്രത്യേകിച്ച് നമ്മളൊരു ചെന്നൈ, ഞാൻ ബേസിക്കലി മൈസെൽഫ് ഓൾവേസ് കോൾ ആസ് എ ചെന്നൈ ബോയ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ അവിടെ നിന്നായതുകൊണ്ട് നമ്പർ ഊര് ചെന്നൈ, ആ ഒരു ഇത് മനസ്സിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ധോണി വലിയൊരു ഫാനായിരുന്നു. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ IPL നടക്കുന്ന സമയത്തുകൊണ്ട് ആ കളി കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാറുള്ളൂ. കാരണം അത് കണ്ടിരിക്കും, എന്തായാലും കളി കണ്ടിരിക്കും. അതേപോലെ കഴിഞ്ഞ 3 വേൾഡ് കപ്പുകൾ ഫുട്ബോള്, അതെ, ഞാൻ ഉണ്ടായിരുന്നു. ഖത്തറിൽ അവിടെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മൾ റഷ്യയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ കുറേ ക്രേസ് ഉണ്ട്. ഇപ്പം ഈവൻ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ആണെങ്കിലും കഴിഞ്ഞ വേൾഡ് കപ്പ് ക്രിക്കറ്റിന് ഫൈനലിനൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളിയോടുള്ളൊരു ഇഷ്ടമാണ്. അത് കുറേയൊക്കെ നമുക്ക് ഒരു എനർജി തരുന്ന ഒരു സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മളെപ്പോഴും ഒരു ഹാപ്പിനെസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെന്താ പറയുക, നമുക്കൊരു മൂഡ് ഔട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും എന്നോട് ചോദിക്കും, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അറിയാൻ പറ്റില്ല, വേഗം പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അത് എൻ്റെ മുഖത്തും നമ്മളെ എക്സ്പ്രഷനിലൊക്കെ അത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്രത്തോളം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാനെനിക്ക് എന്തെങ്കിലും ചെറിയ ഒരു അസുഖം വന്നാൽ തന്നെ ഞാൻ ആകെ ഡൗൺ ആവും. ചെറിയൊരു പനിയൊക്കെ വന്നാൽ തന്നെ ഡൗൺ ആവും, മനസ്സിലായോ? അപ്പോൾ അത് പനി വരാതിരിക്കാനാണ് ഞാൻ വേഗം നോക്കുക. വേഗം അഡ്വാൻസ് ആയിട്ട് ഞാൻ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിച്ചാളയും, മനസ്സിലായില്ലേ? കാരണം അത് വന്നൊരു ഡൗൺ ആവാനുള്ള ഒരു സമയം പിന്നെ ഡൗൺ ആവാൻ സമ്മതിക്കാറില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നടക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺ ആവാൻ അധികം നിൽക്കാറില്ല. പിന്നെ ബേസിക്കലി നമ്മളെ എനർജിന്റെ പിന്നിലൊക്കെ ഇപ്പം നമുക്ക് നമ്മളെ ഫാമിലിക്കൊക്കെ വലിയ റോളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ള നടക്കുള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ ജിടെക് നിങ്ങൾ എവിടെയാണ് കാണുന്നത്? നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വർഷങ്ങളിലും തന്നെ വിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ വി വോണ്ട് ടു ബിക്കം കേരളത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖല ആവണം എന്നുള്ള. അപ്പോൾ അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളായി. അത് കഴിഞ്ഞ് പിന്നെ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ വലിയൊരു
ഒരു കൺട്രി അല്ലേ. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും എത്തണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെങ്ങനെ സ്ലോലി നമ്മളൊരുവിധം എല്ലാ സ്റ്റേറ്റുകളിലും ഇന്നെത്തി. ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, അതേപോലെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UP, ഡൽഹി, അങ്ങനത്തെ ആ ഭാഗങ്ങൾ ഇതൊക്കെ കവർ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളിലും നമ്മളെത്തി. അതിന് ശേഷം പിന്നെ ഓരോ സമയത്തുള്ള ഡ്രീമാണല്ലോ പുറത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങണം എന്നുള്ളതായി. പിന്നെ നമ്മൾ ഇങ്ങനെ സ്ലോലി മിഡിൽ ഈസ്റ്റ്, ഇപ്പോൾ UAE, സൗദി, അങ്ങനെയൊക്കെയുള്ള ബഹ്റൈൻ, അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ പോയി. ഇപ്പോൾ ആഫ്രിക്ക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മളിങ്ങനെ ഒരു ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യും. ഇന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തണം എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെ ചെയ്യും. അങ്ങനെ വന്ന് പിന്നെ നമ്മളൊരു ടാർഗറ്റായിരുന്നു ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവാന്നുള്ള, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആവാന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അതും സഫലീകരിച്ച് GTech ഹാസ് ബിക്കം ദ ഫസ്റ്റ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ഫ്രം കേരള എഡ്യൂക്കേഷൻ സെഗ്മെന്റ് എന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം 2024 നമ്മൾ പിന്നെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊരു ലിസ്റ്റഡ് കമ്പനിയായി. മനസ്സിലായി. ഇനിയിപ്പോൾ അടുത്ത സ്വപ്നം എന്നൊക്കെ പറയുന്നത് ഒരു സ്വന്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ സെറ്റപ്പ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെയാണ് ഉള്ളത്. അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വരുന്ന തലമുറ, എൻ്റെ മകനൊക്കെ പറഞ്ഞപ്പോൾ ഈസ് ഓൾസോ ഇൻ ടു IT, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. ഓൾറെഡി എൻ്റെ കൂടെ തന്നെ ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹീസ് ഡൂയിങ് ഹിസ് മാസ്റ്റേഴ്സ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളും കൂടെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇൻഷാല്ലാ സ്ട്രോങ് ആയിട്ട് നമുക്കൊരു യൂണിവേഴ്സിറ്റി ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഡ്രീം കേട്ടോ. അതാണ് ഇപ്പൊ പറഞ്ഞു വന്ന അതാണ്. ഇതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോയിന്നേ ഉള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അൾട്ടിമേറ്റ്ലി വി വോണ്ട് ടു ഹാവ് അവർ ഓൺ യൂണിവേഴ്സിറ്റി. അതിലേക്കുള്ള പ്ലാൻ. ഇനി ലാസ്റ്റായിട്ട് ഇന്ത്യയിലെ യൂത്തിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? യൂത്തിനോട് പറയാനുള്ള ആദ്യത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമ വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വാട്ട് എവർ യു ഡു അതൊക്കെ ഒരു ക്ഷമയോട് കൂടിയിട്ട് വേണം. ക്ഷമയാണ് അവർക്ക് ഇല്ലാത്തത്. മനസ്സിലായി. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അവർ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ചെറിയ യങ്സ്റ്റേഴ്സ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും. അപ്പം അവർക്കത് ഒരു ഫാദറാണ് പറയണത്, അല്ലെങ്കിൽ മദറാ പറയണത്, അല്ലെങ്കിൽ ബ്രദറാ പറയണത്, സിസ്റ്ററാ പറയണതെന്നൊന്നും അവർക്ക് ആ ചിന്ത വരുന്നില്ല. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ അവർ വിചാരിച്ച രീതിയിലൊക്കെ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് അതാണ്. ക്ഷമ ഉള്ളവരായിരിക്കണം, ക്ഷമിക്കണം. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മസ്റ്റാണ്, നിർബന്ധമാണ്. ആ പേഷ്യൻസ് ആണ് പലർക്കും ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇല്ലാത്തൊരു സംഭവം. അതുകൊണ്ടാണ് പല അപകടങ്ങളിലേക്കും അവർ എത്തുന്നതും അതുതന്നെയാണ്, ആ പേഷ്യൻസ് ഇല്ലായ്മയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമ്മളെ നാട് ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്നൊക്കെ പറയുന്നത് നല്ല സ്ഥലങ്ങളാണ്. നമുക്ക് എന്തിപ്പോൾ പഠിച്ചിട്ട് നല്ല പ്രൊഫഷണലായിട്ട് പോകാനാണെങ്കിൽ പറ്റിയ സ്ഥലമാണ്, നല്ല ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കണം വരുന്ന യങ്സ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ എന്തൊക്കെ നമുക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. കേരളത്തിൽ വെച്ചിട്ട് തന്നെ പോസിബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരുവിധം എല്ലാ വലിയ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ നിന്ന് എത്രയോ സ്ഥാപനങ്ങളുണ്ട് അറിയോ. നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വളരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ന് നമ്മളെ നാട്ടിലുണ്ട്. കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുക, അതിനൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മഹറൂഫ് ഖാൻ, താങ്ക് യു ഫോർ ദ ടൈം. ആൻഡ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂടെ ഒരു. തീർച്ചയായിട്ടും. അത് ഇപ്പം സായിമ് പറഞ്ഞാൽ എനിക്കൊരു 4 ദിവസമൊക്കെ ഇതേപോലെ സംസാരിക്കാനുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമല്ല നമ്മൾ ഈ പല രാജ്യങ്ങളിലുള്ള നമ്മളെ യാത്രകളുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയാൻ. ഇപ്പോൾ നമുക്ക് ശ്രീലങ്കയിൽ നമ്മൾ തുടങ്ങിയത്, ഇറാനിൽ തുടങ്ങിയത്, ഇതൊക്കെ ഭയങ്കര സ്റ്റോറിയാണ്.
ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഡൈജസ്റ്റ് ആവണമെന്നൊന്നുമില്ല. സ്റ്റോറിയാണ്. ആഫ്രിക്കൻ എൻ്റർ കേൾക്കണം. എല്ലാം ഭയങ്കര സ്റ്റോറിയാണ്. ഓരോ രാജ്യങ്ങളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതും തന്നെ ഓരോന്നും ഓരോ സ്റ്റോറിയാണ്. അപ്പോൾ അത് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മളെ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞ തുടങ്ങിയ കാലങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോ ജില്ലകളും ഒക്കെ കവർ ചെയ്തതൊക്കെ തന്നെ വലിയ വലിയ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഇടം പിടിച്ച് നിൽക്കുന്ന ഇപ്പം 31 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് നമുക്ക് തോന്നുക. സീരിയസ്ലി. ഇപ്പം ഞാൻ 2001 ഫെബ്രുവരി 10 കോഴിക്കോട് ജിടെക് ലോഞ്ച് ചെയ്യുന്ന ആ ദിവസം ആ നടക്കുന്ന പരിപാടി വരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കും. കാരണം അത് 11 മണിക്കായിരുന്നു നമ്മളെ മിനിസ്റ്റർ PJ ജോസഫ് വരാമെന്ന് പറഞ്ഞത്. മൂപ്പര് വരുന്നത് 12:15. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ വലിയൊരു പ്രോഗ്രാം വെച്ച് ആൾക്കാർ മുഴുവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് നേരം ആൾക്കാർ വെയിറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ 11 മണിക്ക് ഇത്രയും വലിയൊരു ക്രൗഡിനെ നമുക്ക് അവിടെ എത്തിക്കാന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും ആൾക്കാരൊക്കെ അവിടെ എത്തിച്ച് ഒക്കെ വന്ന് മൂപ്പര് ഒരു 1.5 മണിക്കൂറിനടുത്ത് മൂപ്പര് ലേറ്റായി. ഈ ലേറ്റായ സമയത്ത് ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നരിക്കുനിയിൽ ഒരാളൊരു പാട്ട് പാടിയിട്ടായിരുന്നു. അതുവരെ ഇപ്പം മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായില്ല. അപ്പോൾ ഓരോ ഇവൻറ്റുകളും ഓരോ പരിപാടികളും തന്നെ നമുക്ക് പിന്നെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് ജിടെക്കിന് ഒരുപാട് ഇവൻറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാ വർഷവും ജിടെക് മഹോത്സവം ഉണ്ടാവാറുണ്ട്. അതേപോലെ കുട്ടികളുടെ കോമ്പറ്റീഷൻ ഉണ്ട്, G-Zoom. കാരണം ഇത് ഒരു വലിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അതിനെ നമുക്ക് ലൈവാക്കി നിർത്താനുള്ള കുറേ പരിപാടികളുണ്ട്. ഈ ഓരോ പരിപാടികളും ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കും. ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളിലും ചെയ്തിട്ടുള്ള. ഇപ്പോൾ നമുക്കറിയില്ല, ഇപ്പോൾ സിനിമാ നടൻ കലാഭവൻ മണിയൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു നമ്മളായിട്ട്. ഇപ്പം നമ്മളെ ഒരു ജിടെക് മഹോത്സവത്തിൻ്റെ ഒരു സ്റ്റാറായിരുന്നു കലാഭവൻ മണിയൊക്കെ ഒരു കാലത്ത്. നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ ആയിട്ടാണ് മഹോത്സവമൊക്കെ നടക്കുക. കാരണം 25,000-30,000 ആളൊക്കെ വണ്ടർലയിലും സിൽവർ സ്റ്റോമിലൊക്കെ കൊണ്ടുപോകും നമ്മൾ എല്ലാ വർഷവും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഈ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരുപാട് നല്ല നല്ല ഫിലിം സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ വരും. അതിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ കലാഭവൻ മണി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി. താങ്ക് യു വെരി മച്ച് സാഹിം ഫോർ ഗിവിംഗ് മീ such an opportunity. Very nice meeting you after such a long time. Even though you've been following up for last so many days. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റിയത്. താങ്ക് യു ഫോർ ദ ടൈം. ഓക്കെ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ വെഞ്ചേഴ്സ്. താങ്ക് യു വെരി മച്ച്. ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞേ. Why the hell not?